ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ലളിത സഹസ്രനാമം എന്ന് പറയുന്ന അമൂല്യമായ 1000 രത്നങ്ങൾ, ആ രത്നങ്ങളെ കുറിച്ചുള്ള ഒരു എന്താ പറയാ, അതിന്റെ അർത്ഥം, ആ രത്നങ്ങൾ നമുക്ക് എങ്ങനെ സ്വായത്തമാക്കാം എന്ന്, അതിനുള്ള വഴി, ആ രത്നങ്ങൾ ആരുടേതാണ്, അത് ത്രിപുരസുന്ദരിയുടേതാണ്. ത്രിപുരസുന്ദരി എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ വളരെ വിശദമായിട്ട് കേട്ടു. അപ്പൊ ആ അമ്മ ലളിതാ പരമേശ്വരിയാണ് ഇതിന്റെ അടിസ്ഥാന ദേവത എന്ന് കണ്ടു. ഈ ലളിതാ സഹസ്രനാമത്തെ 14 അധ്യായങ്ങളായിട്ട് തിരിച്ച് ഓരോ അധ്യായങ്ങൾ കണ്ട് ആ അധ്യായങ്ങളിലെ സൂക്ഷ്മാർത്ഥവും തത്വാർത്ഥവും എല്ലാം നമ്മൾ കണ്ടുപോവുകയാണ്. 8 അധ്യായങ്ങൾ, അതായത് നിർഗുണബ്രഹ്മം, സഗുണബ്രഹ്മം എല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അധ്യായം 9 വന്ന് നിൽക്കുകയാണ്. 9-ാം അധ്യായം എന്ന് പറയുന്നത് പഞ്ചബ്രഹ്മ സ്വരൂപമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീവിദ്യ പദ്ധതി എന്നാല് പ്രപഞ്ചമെല്ലാം ഒന്നാണെന്നും ആ ബോധം ഉണർന്നാൽ പിന്നെ ഞാൻ എന്ന വ്യക്തിബോധം ഇല്ല എന്നുള്ള ആ ഒരു തലത്തിൽ എത്തുന്നതാണ് ശ്രീവിദ്യ ഉപാസന എന്ന്. നമുക്ക് ശ്രീവിദ്യ ഉപാസകനായിരിക്കുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ പാടിയതുപോലെ, ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹം മതാവാം അവിദ്യയുമാകുന്നു. ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹൈക ഹന്ത്രിയായൊരു വിദ്യകൾ. അപ്പോ എന്താണ് അദ്ദേഹം പറയുന്നത്? ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമതാം അവിദ്യയാകുന്നു. അപ്പൊ നമ്മൾ ദേഹമാണ്, അഹം ദേഹം അല്ലെ, ദേഹോഹം എന്നുള്ള ഒരു ബോധമാണ് നമുക്ക് എല്ലാ മോഹത്തിനും കാരണം, ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ദുഃഖത്തിന് കാരണം, അവിദ്യക്ക് കാരണം, ആവരണത്തിന് കാരണം എല്ലാം എന്താണ്? ഈ ദേഹമാണ് ഞാനെന്നുള്ള ചിന്തയാണ്. ദേഹം അല്ല അത് ഓർക്കിൽ. അപ്പൊ ദേഹമല്ല അത് ഓർക്കിൽ, നമ്മളെ ദേഹമല്ല, ഇത് നശിച്ചു പോകുന്നതാണ്, കത്തിച്ച് കളയേണ്ടതാണ് എന്ന് ഞാനായത്, ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല എന്നുള്ള ബോധം എന്താണ് വേണ്ടത്? ആ ബോധത്തിന് പകരം ആത്മാവാണ്. അപ്പൊ ഈ ആത്മാവാണെന്നുള്ള ആത്മവിദ്യ നമുക്ക് ആത്മാവിനെ പറഞ്ഞു തരുന്ന മോഹേഹ ഹന്ത്രിയായൊരു വിദ്യകൾ, മോഹത്തെ ഹന്ത്രി ഇല്ലാതാക്കുന്ന ഒരു വിദ്യയാണ് ശ്രീവിദ്യ ഉപാസന. ഇത് ശരിക്കും പറഞ്ഞാൽ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന വിദ്യയാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉയർന്ന വിദ്യ, ഇതിനകത്ത് നമുക്ക് ഭോഗമോക്ഷപ്രദം എന്നൊക്കെ പറയുന്നെങ്കിലും ഭോഗങ്ങള് എല്ലാം ദേവിക്ക് വളരെ എന്താ പറയാ, തൃണവൽഗണിക്കേണ്ടതാണ്. ഒരു ചെറിയ കാര്യമേ ഉള്ളൂ ഭോഗങ്ങളെന്ന്. നമ്മളിവിടെ വലുതാണ് എന്ന് വിചാരിച്ച് എന്തിലൊക്കെയാണോ നമ്മുടെ ബുദ്ധി വെച്ചിരിക്കുന്നത് അല്ലെ, ശരീരം, ശരീരത്തോട് ചേർന്ന ബന്ധുജനങ്ങള്, ധനം, പൊസിഷൻ, ഇതെല്ലാം തന്നെ സ്വാധീനങ്ങൾ, ഇതെല്ലാം ഇവിടെ ഒടുങ്ങിപ്പോവും അല്ലെ. 6 അടി മണ്ണിൽ വീണ് ഇല്ലാതായി തീരുകയാണ്, ഒരു പിടി ചാരമായിട്ട് തീരുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കാതെ നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ട ആ ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളിൽ ആസക്തി ഉള്ളിടത്തോളം കാലം നമ്മുടെ ഹൃദയ ഗുഹയിലിരിക്കുന്ന ഭഗവതിയായിരിക്കുന്ന രാജരാജേശ്വരിയായിരിക്കുന്ന ശ്രീവിദ്യാ സ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ മഹാമായയായിരിക്കുന്ന ലളിതാദേവിയെ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. എപ്പോഴാണോ നമുക്ക് ആ ദേഹമല്ല ദേഹിയാണ് ഞാൻ എന്നുള്ള ആ തത്വത്തെ ഉണരുന്നത്, അപ്പൊ നമ്മുടെ അവിദ്യ മാറി നമ്മള് ആ ബോധത്തിലേക്ക് പൂർണ്ണമായിരിക്കുന്ന, ടോട്ടലായിരിക്കുന്ന കോൺഷ്യസ് തലം, കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ബോധതലം ഉണർന്ന് ആ തത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. എന്താണ് അതുകൊണ്ടുള്ള ഗുണം? ജനന മരണ ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ലളിത സഹസ്രനാമം പഠിക്കുന്നത്. എത്രയോ സഹസ്രനാമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിന് ഇത്രയും പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആത്മവിദ്യയെ പ്രദാനം ചെയ്യുന്നു. ബാക്കിയുള്ള സഹസ്രനാമങ്ങളെല്ലാം സരസ്വതി വിദ്യ തരുന്നു, ലക്ഷ്മി സഹസ്രനാമം എന്ന് പറഞ്ഞാൽ നമുക്ക് ധനം, ഐശ്വര്യം തരുന്നു. അങ്ങനെ ഓരോ ഗായത്രി സഹസ്രനാമം അത് നമുക്ക് ബോധതലത്തെ ഉണർത്തുന്നു. പക്ഷേ ഈ ലളിതാ ത്രിപുര സുന്ദരി മാത്രം നമുക്ക് രണ്ടും തരുന്നു അല്ലെ. ഭോഗസ്യ മോക്ഷസ്യ കരൈസ്തദാനം. 2 കയ്യിലും അമ്മ 2 എണ്ണം വെച്ചാൽ നമുക്ക് തരുന്നത്. ഈ പ്രപഞ്ചത്തെ അനുഭവിക്കേണ്ടതെല്ലാം അമ്മ കൂടെ നിന്ന് നമ്മളെ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ നമ്മളെ കൊണ്ടുപോകുന്നു. അത് കഴിയുമ്പോഴോ മോക്ഷം, കൈവല്യപദമാകുന്ന മോക്ഷവും നമുക്ക് തരണം. അപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലെ? നമ്മൾ കണ്ടു, ഈ കഴിഞ്ഞ അധ്യായങ്ങൾ വളരെ വിശദമായിട്ട് കണ്ടുപോവുകയാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയുടെ പഞ്ചകൃത്യങ്ങൾ അടങ്ങുന്ന പഞ്ചബ്രഹ്മ സ്വരൂപത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അധ്യായം 9 249 നാമം മുതൽ 340 വരെയുള്ള 91 നാമങ്ങളാണ് ദേവിയുടെ പഞ്ചബ്രഹ്മ സ്വരൂപം.
അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ ദേവിയുടെ നിർഗുണ തത്വത്തെ കണ്ടു. ഇനി ഈ നിർഗുണം തന്നെയാണ് സഗുണമായിട്ട് തീരുന്നത്. കാരണം ഈ നിർഗുണം ഉള്ളത് കൊണ്ടാണ്, അതിൽ നിന്നാണ് സഗുണം, 3 ഗുണങ്ങൾ അല്ലെ, ത്രിഗുണാത്മികമായിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചം വരുന്നത്. അപ്പൊ ഇൻവിസിബിൾ ആയിരിക്കുന്നത് വിസിബിളിനെ ആക്ടിവേറ്റ് ചെയ്യണു അല്ലെ. നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ മനുഷ്യനാണ്. നമ്മളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഏത് വസ്തുവിനെ എടുത്താലും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല. ബാഹ്യമായിരിക്കുന്ന രൂപം മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ഥൂലം സൂക്ഷ്മം എന്ന്. സ്ഥൂലത്തിനെ കാണാൻ പറ്റില്ല, അത് ഇൻവിസിബിൾ ആണ്. അപ്പൊ നമുക്കത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻവിസിബിൾ ആണ് വിസിബിളിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ സ്ഥൂല ശരീരമാകുന്ന സഗുണ ബ്രഹ്മത്തിന് ഉള്ളിലിരുന്ന് ഒരു ശക്തിയാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് സത്യം. അതായത് ഇത് മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തണം. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ മനസ്സിലാകാതെ നമുക്ക് തിരിച്ചു പോക്കില്ല. ഇത് അറിയാനാണ് ഈ മനുഷ്യ ശരീരം എടുത്ത് ഇവിടെ വരുന്നത് നമ്മള്. അപ്പൊ ഈ എന്താണ് അമ്മയുടെ പഞ്ചബ്രഹ്മ സ്വരൂപം? ഈ 91 നാമങ്ങൾ നമുക്ക് ഇതാ പറഞ്ഞു തരുന്നത്. അമ്മയുടെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്ന് പറയുന്ന പഞ്ചകൃത്യപരായണ. ഒരു മനുഷ്യൻ ഈ തത്വത്തെ, ഈ സ്വരൂപത്തെ, അല്ലെ, സ്വരൂപം നമുക്ക് പറയാൻ പറ്റില്ല, അതിന് നാമരൂപങ്ങളില്ല. ഒരു ശക്തി, നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടെന്നറിയാം, ലൈറ്റിലൂടെ പ്രവർത്തിക്കുന്നു, ഫാനിലൂടെ പ്രവർത്തിക്കുന്നു, ഗീസറിലൂടെ, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ അതിൽ കൂടെ എല്ലാം ഇലക്ട്രിസിറ്റി പ്രവർത്തിക്കുന്നു. ഇലക്ട്രിസിറ്റിയെ കാണാൻ പറ്റില്ല അല്ലെ. തൊട്ട് നോക്കിയാൽ നമുക്ക് കറണ്ട് അടിച്ചു എന്ന് പറയാം. അതുപോലെയാണ് ഈ ശക്തി. ഈ ശക്തിയെ നമ്മൾ ഈ ശക്തി ഓരോന്നിന്റെയും ഉള്ളില് ആ ഇൻസ്ട്രുമെന്റിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് സൂക്ഷ്മമായിട്ട് വർത്തിക്കുന്നു. മനുഷ്യൻ എന്താ വേണ്ടത്? അത് അന്വേഷിച്ച് കണ്ടെത്തണം. ഇതിനെയാണ് നമ്മള് സാധന അല്ലെങ്കിൽ ഉപാസന എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നിർഗുണമായ എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന ഒരു എനർജി, അതിനെയാണ് നമ്മൾ മാറ്റർ ആൻഡ് എനർജി, ശിവൻ, ശക്തി എന്നൊക്കെ പറയുന്നത്. ആ എനർജി, അതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാന തത്വം. ഇത് വിവേകമുള്ള മനുഷ്യൻ അറിയാനാണ് ശരീരം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഉപാധി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലൂടെ മാത്രം, കാരണം ഈ ഉപാധിയിലൂടെ മാത്രമേ നമുക്ക് ഈ സത്യത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമാണ് അല്ലെ. ഒളിച്ചു കളിക്കുക, ഒളിക്കുക, കണ്ടുപിടിക്കുക, ഒളിച്ചിരിക്കുന്നതിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട്, സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അറിയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അത് പോകുമ്പോൾ ഈ ശരീരം നിശ്ചലമാകുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഒരു പുഴുവിനെ എടുത്താൽ, ഒരു പാമ്പിനെ എടുത്താൽ, അത് എപ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്? അതിന് അനങ്ങാൻ പറ്റാത്തപ്പോ, അതിന് ശക്തി ഇല്ലാത്തപ്പോ അല്ലെ. ആ ശക്തി ആ ശരീരത്തെ വിട്ട് പോയി കഴിയുമ്പോൾ അത് നിശ്ചേതനമായി, അത് മരിച്ചുപോയി അല്ലെ. അപ്പൊ ഇതിൽ പ്രവർത്തിപ്പിക്കുന്ന ശക്തി, അതിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. ശക്തി ഉപാസനയുടെ ബേസിക് തത്വവും അത് തന്നെയാണ്. അപ്പൊ ഒരു ശരീരം, പഞ്ചേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഞാൻ തുടങ്ങി 15 പേര് അതിനകത്തുണ്ട് അല്ലെ. സ്ഥിതി നിത്യ ദേവതകൾ ചേർന്ന് 16ാമത്തെ ഷോഡശി എന്ന് പറയുന്ന ഒരു ജ്യോതി സ്വരൂപത്തെ കണ്ടെത്തണം. അതാണ് നമ്മുടെ ജന്മലക്ഷ്യം. അപ്പൊ ഇതിൽ ആര് ജയിക്കും, ആര് തോൽക്കും എന്നത് പ്രാരാബ്ധ കർമ്മത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നിർഗുണമാണ് സഗുണത്തിന് കാരണം. ഒന്ന് രണ്ടായിട്ട് തീരുന്നു, ഒന്ന് പലതായി അല്ലെ. അപ്പം നമ്മള് പലതായത് ഒന്നാകണം. നമ്മുടെ മനസ്സ് പലതിൽ നിൽക്കണം അല്ലെ. നമ്മളിന്ന് നാമരൂപങ്ങൾ പലതായിട്ട് കാണുന്നു. ഇതെല്ലാം ഇത് എവിടെയാണ് ഏകീകരിക്കുന്നത്? ഇത് എവിടെയാണ് ഒന്നാകുന്നത് ഇല്ലേ? അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ആ സാധന പദ്ധതികളെയാണ് നമ്മൾ നാമസങ്കീർത്തനം, പൂജ, സേവനം, ഏത് വിധത്തിലായാലും മനുഷ്യന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള ഒരു വഴിയാണ് ഈ 9ാം അധ്യായമായിരിക്കുന്ന പഞ്ചബ്രഹ്മ സ്വരൂപം. അപ്പൊ ആരാണ് ഈ പരബ്രഹ്മം? നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, എന്താണ് പരബ്രഹ്മം? കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇത് ആരാണ് നടത്തുന്നത്? ഇതിനെയാണ് നമ്മൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത്. അപ്പോ വിജ്ഞാന അനുഭവ ജ്ഞാനം അതിനെ കൊണ്ട് നമ്മൾക്ക് അറിയാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിന്റെ ഉത്തരം എന്താണ്? നമ്മൾ ഇതിനെ വിജ്ഞാനം കൊണ്ടും അനുഭവജ്ഞാനം കൊണ്ടും അറിയണം. എന്താണ് പഞ്ചബ്രഹ്മം? ലോകത്തിലെല്ലാം തന്നെ പിണ്ഡമാണ് അല്ലെ. നമ്മൾ പറയാറുണ്ട് ആസ് ഈസ് ദ കോസ്മിക് എനർജി സോ ഈസ് ദ, നമ്മുടെ കോസ്മിക് എനർജി തന്നെയാണ് നമ്മുടെയിലുള്ള ശരീരത്തിലുള്ള എനർജി എന്ന്. അപ്പോ എന്താണ് പഞ്ചബ്രഹ്മം എന്ന് ചോദിച്ചാൽ ലോകമെല്ലാം, നമ്മൾ ഈ കാണപ്പെടുന്ന ലോകത്തെ എല്ലാം നമ്മൾ പിണ്ഡം എന്ന് പറയാറുണ്ട്. എന്താണ് പിണ്ഡം എന്ന് ചോദിച്ചാൽ വളരെ ഗോളത്തിന്റെ ആകൃതിയിൽ റൗണ്ട് ആയിട്ടിരിക്കുന്ന ആ ഒരു എന്താ പറയാ രൂപത്തെ
അതായത് നമ്മളും ഒരു ഗോളമായിരുന്നു മാതൃഗർഭത്തില്. ആ ഒരു ഗോളത്തിന്റെ ആകൃതിയിൽ ഇരിക്കുന്നത് പിന്നെ അത് രണ്ടായിട്ട് പിരിയുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പിണ്ഡം എന്ന് പറയുന്നത്. കാരണം രണ്ടായിട്ട് പിരിയുക എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് ആണ് ഒന്ന് പെണ്ണ്, അല്ലേ? അവിടെയാണ് നമുക്ക് ദ്വൈത ഭാവന തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാല് ആ ദ്വൈത ഭാവന ഈ ഒരു ഗർഭവാസം ഉള്ളവർക്കെല്ലാം ഉണ്ടാകും. കാരണം നമുക്ക് ഏകമായിരിക്കുന്നത് ആണെന്ന് അറിയാമെങ്കിലും, ബുദ്ധി കൊണ്ട് അറിഞ്ഞെങ്കിലും നമുക്ക് എന്തുകൊണ്ടാണ് ദ്വൈതം വരുന്നത്? നമ്മൾ ഒരു ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നു, അവിടെ നിന്ന് പുറത്തു വരുന്നു. അപ്പൊ ഒരു പുരുഷനും സ്ത്രീയും ചേരുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്, അല്ലേ? അപ്പൊ അവിടെ നമുക്ക് ദ്വൈതം തുടങ്ങുകയാണ്. അപ്പൊ ദ്വൈതത്തെ കംപ്ലീറ്റ് ഇല്ലാതാക്കുമെന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധി കൊണ്ട് അറിഞ്ഞോണം, ഇതാണ് സത്യം, ഏകമായിരിക്കുന്നതാണ് രണ്ടായിട്ട് തീർന്നത്. അപ്പോ ആ ഒരു ഗർഭവാസന നശിച്ചാൽ മാത്രമേ ഏകം അദ്വൈതം എന്ന് പറയുന്ന ആ ബോധം ഉണ്ടാവുള്ളൂ. അപ്പൊ മതങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷ രൂപം എന്ന് പറയുന്നത് വ്യക്തം, അവ്യക്തം, പുരുഷൻ, കാലം. അപ്പൊ ഇതെല്ലാം തന്നെ ഈ 4 കൊണ്ടും പ്രത്യക്ഷ ബ്രഹ്മം, അതായത് 4ഉം ബ്രഹ്മം, അല്ലെങ്കിൽ ആ 4ഉം നമ്മൾ അറിയണം. ഇത് ബ്രഹ്മമാണ്, അല്ലെ? പുരുഷൻ മുതൽ എല്ലാറ്റിനെയും പഠിച്ചിട്ട് വേണം തത് പ്ലസ് ത്വം, തത്വമസി എന്ന് പറയുന്ന സത്യത്തെ അറിയാനായിട്ട്. അപ്പൊ എല്ലാം പിണ്ഡസ്വരൂപമാണ് ഇവിടെ. അപ്പോ ആ ഒരു ബ്രഹ്മാണ്ടം എന്നത് ശരിക്കും പറഞ്ഞാല് ബ്രഹ്മപിണ്ഡം. ഇപ്പൊ 724 ഭുവനങ്ങള്, കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങള്, ഓരോ ഭുവനത്തിലും അതിനെ ഓരോന്നിലും കോടിക്കണക്കിന് സോളാർ സിസ്റ്റം, നവഗ്രഹങ്ങള്. ഇത് വളരെ ബൃഹത്തായത് എന്നാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, നമ്മുടെ ചിന്തകൾക്കപ്പുറം ഉള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് ചലിക്കുന്നത്? ഇത് എങ്ങനെയാണ് ചലിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം, ഇല്ലേ? എല്ലാറ്റിനും പ്രാണൻ, ജീവൻ, മാംസം അല്ലെങ്കിൽ മാറ്റർ എല്ലാത്തിനും ഉണ്ട്. അപ്പൊ ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി അതിനുള്ളിൽ തന്നെ ഗോപ്യമായിട്ടിരിക്കുന്നു. അതിനെ ആർക്കും കാണാൻ പറ്റില്ല. ഈ പ്രപഞ്ചം നമ്മൾ നടക്കുന്ന പോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ലേ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും എല്ലാം അതാത് സമയത്ത് അതിന്റെ ഓർബിറ്റിലൂടെ, ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം, ഇല്ലേ? എന്താ, അതിനുള്ളിലും ശക്തിയുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ എല്ലാറ്റിലും ഈ ശക്തിയുണ്ട്, അതിൻ്റെ ഉള്ളില് ജീവനുണ്ട്. അപ്പോ ആ ജീവൻ, ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോളങ്ങൾ എല്ലാത്തിനും ശരിക്കും പറഞ്ഞാല് ആ ഒരു മാസായിട്ടുള്ള ഒരു സ്ഥൂലതലവുമുണ്ട്. ജീവൻ അല്ലെങ്കിൽ പ്രാണൻ ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം എന്താ, പ്രാണൻ കൊടുത്താൽ അത് ശരിക്കും പറഞ്ഞാൽ ലീവബിൾ ആവും, അത് ഹാബിറ്റബിൾ അല്ലെങ്കിൽ ജീവൻ ഉള്ളതാകും. അതുകൊണ്ട് നമുക്ക് അതിന് ജീവൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് പ്രാണനുണ്ട്, എന്തോ ഒരു ശക്തി അതിലുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ ആ ഒരു സ്ഥൂലമായിരിക്കുന്ന ആ ഒരു എന്താ പറയാ തത്വമുണ്ട്. അപ്പൊ ജീവനുണ്ട്, പ്രാണൻ. പ്രാണൻ എന്ന് പറഞ്ഞാൽ ശ്വസനത്തിലൂടെ കിട്ടുന്നതാണ്. അപ്പൊ അതിന് പ്രാണൻ മാത്രമാണ് ഇല്ലാത്തത്. എന്നാലും നമുക്ക് പയറ്, കടല തുടങ്ങിയിട്ടുള്ള ആ ഒരു എന്താ പറയാ ധാന്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ജീവൻ, പ്രാണൻ, മാറ്റർ, ഇതിനകത്ത് 3ഉം ഉണ്ട്. അതുകൊണ്ടാണ് അതിന് വളരാന്, ജീവിക്കാനും പറ്റുന്നത്. അപ്പൊ ചില അണ്ടങ്ങള് വെറും ഡെഡ് സെൽസ് മാത്രം ഉള്ളതായിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഈ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചിലത്, അത് കംപ്ലീറ്റ് അതിന്റെ എനർജി തീരുമ്പോൾ അത് വെറും കരിക്കട്ട പോലെ അത് ഭൂമിയിലൊക്കെ പതിക്കാറുണ്ട്, ഇല്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ബോഡിയിൽ 500 ട്രില്യൺ സെൽസ് ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഉള്ളില് ഡെഡ് സെൽസ് ഉണ്ട്, ആക്റ്റീവ് സെൽസ് ഉണ്ട്. ഒരു ദിവസം 5 ബില്യൺ നശിച്ചുകൊണ്ടിരിക്കും, അത്രയും തന്നെ ഉണ്ടായിക്കൊണ്ടും ഇരിക്കും. ഇപ്പൊ നമ്മുടെ DNA എന്ന് പറയുന്നത് വളരെ രഹസ്യമാർന്നതാണ്. ഇതിനെയാണ് നമ്മൾ മഹത്തത്വം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് 15 ഗ്രാം DNA വെയിറ്റ് 725 മില്യൺ ഗിഗാബൈറ്റ്സ് ഡേറ്റ അതിന്റെ ഉള്ളിലുണ്ടെന്ന് പറയണു. അപ്പൊ എത്ര എമൗണ്ട് ഓഫ് DNA ഉണ്ട് ഒരു ശരീരത്തിലെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ DNA ഉള്ളിലുള്ള ഡേറ്റയുടെ പേരാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന വാസന. ഇപ്പൊ DNA എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് DNA ടെസ്റ്റ് ചെയ്തിട്ടാണ് പിതൃത്വം, മാതൃത്വം ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഈ ഡെഡ് ബോഡി ഇന്ന ആളുടെ ആണെന്ന് കണ്ടുപിടിക്കുന്നത് എല്ലാം DNA നോക്കിയിട്ടാണ്, അല്ലേ? ഇപ്പൊ DNA എന്ന് പറഞ്ഞാല് അതിനുള്ളിലെ ഡേറ്റ എന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിന്റെ പേരാണ് വാസന. ഒരു മനുഷ്യന്റെ മുഴുവനും വാസന ഇല്ലാതാക്കണമെങ്കിൽ എത്ര സമയം വേണമെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഇത്രയും DNA ഉള്ള നമ്മുടെ ശരീരം. അപ്പൊ നമ്മുടെ ശരീരം മുഴുവനും ആകാശത്തെ നക്ഷത്രങ്ങള് പോലെ ഒട്ടിക്കിടക്കുകയാണ്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ ഡിസ്കിലുള്ള എന്താ പറയാ ഡിസ്കിലുള്ള ഇത് ക്ലീൻ ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഓരോ വാസനയും റെക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ?
അപ്പൊ അതിനെ മുഴുവനും ക്ലീൻ ചെയ്യുന്ന ഒരു ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണാത്ത ഒരു മനസ്സ് മാത്രമാണ്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? തോട്ട് പ്രോസസ് ആണ് അല്ലെ, ചിന്തകളാണ്. നമുക്കതിനെ കാണാൻ പറ്റില്ല. എല്ലാവരും പറയുന്നു മനസ്സുകൊണ്ട് മാത്രമേ നമുക്കതിനെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. നമ്മൾ അനേക ജന്മങ്ങളായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വാസനകൾ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ എല്ലാം അധിപൻ, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിപൻ എന്ന് പറയുന്നത് മനസ്സാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ പ്രപഞ്ചത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിൽ ചിലതിന് ജീവനുണ്ട്, ചിലതിന് ജീവനില്ല, ചിലതിന് പ്രാണനില്ല, ചിലതിന് പ്രാണനുണ്ട്. ജീവനും മാസമുള്ള ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം, സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അറിയാതെ തന്നെ. ഇപ്പൊ ഉറക്കത്തിലെ ശരീരബോധം ഇല്ലാതാകുന്നു. ഡീപ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ സുഷുപ്തി ഇല്ലേ, സുഷുപ്തിയിൽ നമ്മൾ ഒന്നും അറിയുന്നില്ല. തുരീയ അവസ്ഥയിലെ സ്ഥൂല സൂക്ഷ്മ വാസനകളെല്ലാം തന്നെ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. ഇപ്പൊ ശരീരത്തിന്റെ ആ ഒരു 10 അടി ചുറ്റുമാണ് ആത്മാവ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും സുഷുപ്തി അവസ്ഥയില്. നമ്മളില് ഒരു എന്താ പറയാ, ഒരു പ്യൂരിറ്റി, അല്ലെങ്കിൽ ഒരു പ്യുവർ ഗ്യാസ് അല്ലെങ്കിൽ ഒരു ഇംപ്യുവർ ഗ്യാസ് ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ പിണ്ടങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ ആ ഒരു പ്രാണനും ജീവനും കിട്ടും. ശരിക്കും പറഞ്ഞാല് ഇത് എന്താ പറയാ, ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി തരുന്ന ഒരു ബ്ലെസ്സിങ് ആണ് അല്ലെ. ഇത് രണ്ടും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ജീവബ്രഹ്മ ഐക്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇൻവിസിബിൾ ആയിരിക്കുന്ന പരബ്രഹ്മം പല രൂപങ്ങൾക്ക് അകത്ത് പ്രവേശിച്ച് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ആ ഒരു പ്രധാനികളെയാണ് നമ്മൾ പഞ്ചബ്രഹ്മാദികൾ എന്ന് പറയുന്നത്. ബ്രഹ്മാദികൾക്കുള്ള വിശേഷണം എന്തെന്ന് പറഞ്ഞാല് അവര് നമ്മൾ പഞ്ചബ്രഹ്മാദികൾ എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാല് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, ആ ഈശ്വര കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അവരാണ്. ഇപ്പൊ ജീവന്റെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുരീയം, തുരീയാതീതം ഇത് 10 കൂടി ചേരുമ്പോൾ ആ ഒരു പരമാത്മ ദർശനം. ഇപ്പൊ 10 ഇന്ദ്രിയങ്ങൾ ഉള്ളതില് ആ ഒരു എന്താ പറയാ 11 ഏകാദശി അല്ലെ. ഏകാദശിയുടെ പ്രാധാന്യം, ചില ഇന്ദ്രിയങ്ങള് നമുക്ക് കാണാം, ചിലത് മറഞ്ഞിരിക്കുന്ന മറവാണ് അല്ലെ. ജീവന്റെയും ഈശ്വരന്റെയും കർമ്മങ്ങൾ ഒന്നു ചേരുമ്പോൾ ശിവശക്തി ഐക്യം ഉണ്ടായിത്തീരുന്നു. അപ്പൊ അങ്ങനെ പരമാത്മാവ് എന്ന തത്വം അനേകം പിണ്ടാണ്ടങ്ങളെ ഉണ്ടാക്കുന്നു. അപ്പൊ അതിന്റെ സ്വരൂപം. ഇപ്പൊ പിണ്ടങ്ങൾ ഉണ്ടാക്കി അതിന് ജീവൻ കൊടുക്കണം ഇല്ലേ. ജീവൻ കൊടുത്താലേ അതിന് തുടിപ്പ് വരുള്ളൂ. ഒരു കുഞ്ഞ് ഗർഭപാത്രത്തില് വന്ന ഉടനെ തന്നെ പ്രാണനില്ല. ഇപ്പൊ ജീവന്റെ തുടിപ്പുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്, പക്ഷെ പ്രാണനില്ല. അത് വലുതായി 7ാം മാസത്തില് ആ ഒരു സപ്തമേ മാസേ ജീവപ്രവേശ, 7ാം മാസമാണ് വളരെ പ്രധാനം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അവിടെയാണ് പ്രാണൻ പ്രവേശിക്കുന്നത്. ആ 7ാം മാസത്തില് അതുവരെ അതിന് തുടിപ്പുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അച്ഛന്റെയും അമ്മയുടെയും ചേർന്നതാണ് അല്ലെ. അവർ ജീവനുള്ള ശരീരത്തിൽ വന്ന അണ്ടവും ബീജവും ചേർന്നതാണ്. പക്ഷെ 7ാമത്തെ മാസത്തില് പ്രധാനം എന്ന് പറയാൻ കാരണം പ്രാണന്റെ പ്രവേശനാണ്. ഇപ്പം 7ാം മാസം എന്നാല് ഭൂലോകത്ത് വരാൻ 7 ലോകങ്ങൾ കടന്നു വരണം എന്ന് പറയാറുണ്ട്. ഭൂർഭുവ സുവ ജന തപ സത്യ അല്ലെ. ഭൂലോകത്തില് സത്യലോകത്തിൽ നിന്ന് വന്ന ഈശ്വരന്റെ അംശം പ്രവേശിക്കും. അപ്പൊ പൂർവജന്മ വാസനകൾ വരാൻ തുടങ്ങും. അപ്പൊ അവസാനം 7ാമത്തെ മാസത്തില് ജീവദാത, അതായത് ജൂപ്പിറ്റർ, വ്യാഴം, നമ്മൾ ബൃഹസ്പതി എന്നൊക്കെ പറയും. അപ്പൊ അവിടെ നിന്ന് വന്ന ശക്തി ഗർഭസ്ഥ ശിശുവിന്റെ ഉള്ളിൽ കയറുന്നു. അപ്പൊ പൂർവ്വജന്മങ്ങളെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കും. പിന്നെ അപ്പൊ ഏത് സ്മരണയോടെയാണോ ജീവൻ ശരീരം വിട്ടുപോകുന്നത് അതായിരിക്കും ജനിക്കുമ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ ഭഗവത് നാമങ്ങൾ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. മുകളിലത്തെ മേൽ ലോകങ്ങളില് നിന്നും യാത്ര ചെയ്തു വരുന്ന ജീവൻ ഇൻവിസിബിൾ ആയിട്ട് താഴോട്ട് വന്ന് വിസിബിളായി ഗർഭത്തിൽ വന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കരയാൻ തുടങ്ങുന്നു. അയ്യോ എനിക്കിനി എന്താ പറയാ ഇനിയും ഞാൻ ഇങ്ങനെ ഒരു ഗർഭപാത്രത്തിൽ പ്രവേശിച്ചല്ലോ, ഇനിയും പുറത്തു വരണമല്ലോ എന്നൊക്കെ അകത്തിരിക്കുമ്പോ ആ ഒരു ദുഃഖത്തിന് ശക്തി കൂടും. കാരണം ഇതെല്ലാം അറിയാണ് അപ്പോ ജീവൻ. അപ്പോ അമ്മയുടെ മുഖം തേജസ് കൂടുന്നൊക്കെ പറയാറുണ്ട് ഒരു ജീവൻ ഉള്ളിൽ വരുമ്പോ. ശക്തിയുള്ള ആത്മാവാണെങ്കിൽ ഐശ്വര്യമുള്ളവളാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഭൂലോകത്തെ 8 ഗജങ്ങൾ താങ്ങുന്നു എന്ന് പറയാറുണ്ട്. ഈ വെറുക്കപ്പെട്ട ശരീരം ഐശ്വര്യത്താക്കണം നമ്മള്. ഇപ്പൊ ബ്രഹ്മ, വിഷ്ണു, രുദ്ര ഇതാണ് ബ്രഹ്മാദികൾ എന്ന് പറയുന്നത്. മഹേശ്വരൻ, സദാശിവൻ എന്നുള്ള 2 ശക്തികളും കൂടെ ചേരുമ്പോൾ അവർ പഞ്ചബ്രഹ്മങ്ങളായിട്ട് തീരുന്നു. അപ്പൊ ശക്തി എന്ന പരമാത്മ തത്വം ഈ അണ്ടത്തിൽ കലർന്നില്ലെങ്കിൽ ഇവരെല്ലാം തന്നെ പ്രേത സമാനമാണ്.
ഇനേർട്ടാണ്, ചലിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെയുള്ള ഒരു വസ്തുവാണിത്. ഈ പഞ്ചബ്രഹ്മ ആസനത്തിൽ പരാശക്തി അല്ലെ, പരാശക്തി എന്ന് പറഞ്ഞാൽ അത് ആൺ പെണ്ണെന്ന് നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല. പരമായിരിക്കുന്ന, പര എന്ന് പറഞ്ഞാൽ ബിയോണ്ട്, പരാശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ പെണ്ണായിട്ടോ ആണായിട്ടോ കാണൽ, രണ്ടിനും മേളിൽ ഇരിക്കുന്ന ശക്തി. അപ്പൊ ശക്തി എന്നാൽ നമ്മൾ സ്ത്രീ എന്നാണ് പറയാറ്. ഇപ്പൊ ഹനുമാന്റെ ശക്തി വാലാണെന്ന് പറയാറുണ്ട് ഇല്ലേ. ശക്തി വടിവം എന്ന് പറയുന്നത് പെൺ രൂപമാണ്. അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് ജഗത്ത് ശരീരങ്ങളിൽ പ്രകാശിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഉള്ളില് ജീവനാണ് പ്രകാശമായിട്ടിരിക്കുന്നത്. ശരീരം തന്നെയാണ് ആ ഒരു ഏറ്റവും എന്താ പറയാ, ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ശരീരത്തിലാണ് ഈ ജീവൻ പ്രകാശമായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ശരീരത്തില് പഞ്ചബ്രഹ്മങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഭൂമി മാത്രമാണ് ശരിക്കും പറഞ്ഞാല് സെയിം ലൈനിൽ ഇരിക്കുന്നത്, മറ്റെല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ സദാശിവൻ ദേവിക്ക് ഇരിക്കാനുള്ള ഒരു പലകയായിട്ട് തീരുന്നു. നമ്മൾ ദേവിയുടെ ആ മഞ്ചത്തെ കാണുമ്പോൾ ദേവി ഇരിക്കുന്ന മഞ്ചത്തിൽ ഭൂമി ജല അഗ്നി വായു ആകാശമാകുന്ന പഞ്ചഭൂത തത്വങ്ങളായിരിക്കുന്ന ബ്രഹ്മാവിഷ്ണു രുദ്രൻ മഹേശ്വരൻ സദാശിവൻ അല്ലെ. അപ്പൊ സദാശിവനാകുന്ന പലകയിൽ ഇരിക്കുന്നു ദേവി. ഇതിലിരിക്കുന്ന ശക്തി, അതിനെയാണ് നമ്മൾ പരാശക്തി എന്ന് പറയുന്നത്. ജീവൻ എന്ന ആത്മ ഉള്ളപ്പോൾ മാത്രമേ ഈ ശരീരത്തിന് ആദരവുള്ളൂ, അല്ലെങ്കിൽ അത് പ്രേത സമാനമാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ മഹാവിഷ്ണുവും ശക്തിയും ഒന്നാണ്, ഒന്ന് പുരുഷാകാരം, ഒന്ന് സ്ത്രീ രൂപം. ഇപ്പൊ രുദ്രന്റെ അർദ്ധാംഗിനിയായിരിക്കുന്ന ദേവി. ഇപ്പൊ ജീവൻ എന്നാൽ ശക്തിയാണ്, അത് ശരീരപിണ്ഡത്തിലാണ് ഇരിക്കുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാരം അനുഗ്രഹം തിരോധാനം എല്ലാറ്റിലും ജീവനുണ്ട്. ഇപ്പൊ സദാശിവ നിലയിലെ പരാശക്തി മാത്രം ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാറ്റിനും ആധാരമായതിന് ഒരു ആധാരവും ഇല്ല. അതുകൊണ്ടാണ് ദേവിക്ക് നിരാധാര എന്നൊരു പേര്. അപ്പൊ ദേവി വിശ്വരൂപ, അഖണ്ഡ ബ്രഹ്മാണ്ട സ്വരൂപിണി. ഓരോ മനുഷ്യനും തന്റെ പഞ്ചഭൂതങ്ങള്, തന്മാത്രകള്, ഇന്ദ്രിയങ്ങളെ എല്ലാം അറിയണം. ഇപ്പൊ ഭൂമിയിൽ മാത്രമാണ് പ്രാണൻ, ജീവൻ, ദേഹം ഇത് മൂന്നും ഉള്ളത്. അപ്പൊ ഈ 3 ഡയമെൻഷൻ ഉണ്ട് നമ്മുടെ ഭൂമിയിൽ ഇല്ലേ. ഏറ്റവും ഭാഗ്യഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയാണ്. കാരണം 4, 5, 4th, 5th, 6th ഡയമെൻഷനിൽ പോയാൽ അവിടെ മരണമില്ല. അപ്പൊ ദേവന്മാരെന്ന് പറഞ്ഞാൽ എന്താ, പ്രപഞ്ചത്തിന് ചുറ്റിയിരിക്കുന്ന ജീവരാശികൾക്കൊന്നും മരണമില്ല. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെല്ലാം. മനുഷ്യനായിട്ട് ജനിച്ച് മൃഗമായിട്ട് ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അറിവ് മാത്രമാണ് നമ്മുടെ ഹയർ വേൾഡ് അല്ലെങ്കിൽ ഉയർന്ന ലോകങ്ങളിലേക്കുള്ള വാതില്. അപ്പൊ നല്ല കണ്ണോടെ ദേവിയെ കണ്ടാൽ നമ്മുടെ ഈ ഭ്രമം, നമ്മുടെ മായ മാറും ഇല്ലേ. 5 ഭ്രമങ്ങള് മായയുടെ കളി തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ അവസാനത്തെ ജന്മമാണെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം ജീവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും പ്രയാണകാലേ. കാരണം ജീവൻ ഒരിടത്തും തങ്ങി നിൽക്കുന്നില്ല, അതിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജീവൻ പോകുന്നതിന് 4 അവസ്ഥകൾ പറയാറുണ്ട്. കാരണം ദേവജന്മം അത് എടുക്കുന്ന ഒരു വഴി അല്ലേ. പിന്നെ നീചയോനിയിൽ ജനിച്ച് കഷ്ടപ്പെടും. പിന്നെ ആത്മഹത്യ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന ആത്മാക്കള്. പിന്നെ 4മത്തത് കാലമൃത്യു. അപ്പൊ നമ്മള് എല്ലാം തന്നെ ആഗ്രഹങ്ങൾ കുറയ്ക്കണം എന്ന് പറയാൻ കാരണം ഇതുകൊണ്ട്. ആഗ്രഹമാണ് ജന്മത്തിന് കാരണമായിട്ട് തീരുന്നത്. അത് തന്നെ മോക്ഷത്തിലേക്കുള്ള യാത്ര. എപ്പൊ നമുക്ക് ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നോ അപ്പൊ നമുക്ക് മോക്ഷത്തിലേക്കുള്ള യാത്ര തുടങ്ങി എന്ന് പറയാം. അപ്പൊ മനസ്സുഖം ഇല്ലാത്തവർക്ക് ആത്മസുഖം ഇല്ല എന്ന് പറയാറുണ്ട് അല്ലെ. ശരീരത്തിന് പീഡ കൊടുക്കുന്ന എല്ലാറ്റിൽ നിന്നും വിടുതൽ വേണം. ബുദ്ധി എന്ന് പറയുന്നത് ആ ഒരു, അതായത് നമ്മുടെ തലയ്ക്ക് പുറകില് നമ്മുടെ സഹസ്രാര പത്മത്തില് ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ, നമ്മുടെ ഫോണ്ടിനെന്റൽ ഏരിയയുടെ ബാക്ക് സൈഡിലായിട്ട് ഇരിക്കുന്ന ശിഖ. അപ്പോൾ ബുദ്ധി എവിടെയാണ് ഇരിക്കണമെന്ന് വെച്ചാൽ ശിഖയ്ക്ക് പിന്നിൽ ഇരിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു മാനവിക യജ്ഞം എന്ന് പറയുന്നത് ധ്യാനമാണ്. പ്രാണൻ കഴുത്തിന് മുകളിലുള്ള ദ്വാരങ്ങളിൽ കൂടെ പോയാല് പുണ്യമാണ്. ഭ്രൂമധ്യം ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് ഉത്തമമാണ്. താഴെയുള്ള ദ്വാരങ്ങളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നീചയോനികൾ പിറക്കും എന്ന് പറയുന്നു. അടുത്ത ജന്മം നീചയോനിയിലായിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ ജീവൻ മരണത്തിന് ശേഷം 10 ദിവസം ശരീരവുമായിട്ട് ഒട്ടി നിൽക്കും. അതുകൊണ്ടാണ് നമ്മള് എന്താ പറയാ, നമ്മൾ ഇലയിട്ട പിണ്ടങ്ങളൊക്കെ സമർപ്പിക്കുന്നത്. വിവേകാനന്ദ സ്വാമിക്ക് ശിരോമധ്യത്തിലൂടെയാണ് ജീവൻ പോയതെന്ന് പറയാറുണ്ട്. അപ്പൊ ശിരോമണി, അപ്പൊ ചെറിയ വയസ്സിലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് ആ മരണസമയത്ത് അതായത് നമ്മുടെ മരണസമയത്ത് നമ്മുടെ ശരീരത്തിനടുത്ത് ദേവി മഹാത്മ്യം, രുദ്രാക്ഷം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, ഭഗവത്ഗീത ഇങ്ങനെയുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ലളിതാ സഹസ്രനാമമൊക്കെ വച്ചു കഴിഞ്ഞാല് ഒരു ഉപാസകൻ
കാരണം ആ ഉപാസകൻ ഏതിനെങ്കിലും ഒന്ന് ഉപാസിച്ചാല് മതി. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ദുഷ്ടശക്തികളും 7 അയലത്ത് വരില്ല എന്ന് പറയാറുണ്ട്. അപ്പോ നമ്മുടെ ചിന്തകൾ എങ്ങനെയിരിക്കും, നമ്മൾ എന്തിലാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്? വിഷ്ണു സഹസ്രനാമത്തിന് മുന്നിൽ പറയുന്ന പോലെ യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്യേ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. എന്തിനെ സ്മരിക്കുന്നത് കൊണ്ടാണോ? ജന്മ സംസാര ബന്ധനാത്, നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്ന സംസാര ബന്ധങ്ങളിൽ നിന്ന് ഇല്ലാതാകുന്നത് അതിനെ സ്മരിക്കണം, അല്ലേ? അപ്പോ ഈ പഞ്ചബ്രഹ്മങ്ങൾക്ക് 5 മുഖമുണ്ടെന്ന് പറയുന്നു. പഞ്ച ഈശ്വരന്മാരാണ് അവര്. എന്തൊക്കെയാണ്? സദ്യോജാതം, ഇത് പരമശിവന്റെ 5 മുഖമായിട്ട് പറയാറുണ്ട്. സദ്യോജാതം, തത്പുരുഷം, അഘോരം, വാമദേവം, ഈശാനം. ഇപ്പൊ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ക്ഷേത്രജ്ഞൻ, പ്രകൃതി. ഇത് ശരിക്കും പറഞ്ഞാൽ പഞ്ചകരണാസ് എന്ന് പറയാറുണ്ട്. അപ്പൊ പഞ്ചബ്രഹ്മങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, മഹേശ്വരൻ, സദാശിവൻ. പഞ്ചശക്തികൾ എന്ന് പറയുന്നത് സരസ്വതി, ലക്ഷ്മി, ദുർഗ, സാവിത്രി, രാധ. പഞ്ചഭൂതങ്ങള് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. പഞ്ച ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക. പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, തൊലി, വാക്, പാണി, പാദം, പായു, ഉപസ്ഥം. പഞ്ചകോശങ്ങള് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. പഞ്ചപ്രാണനുകള് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഉപപ്രാണന്മാരുണ്ട്. പഞ്ചദേവതകള് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, നാരായണൻ. പഞ്ചകരണങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രജ്ഞൻ, പ്രകൃതി, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. പഞ്ച സനാതന മഹത്തത്വം, ഇല്ലേ? അപ്പൊ പുരുഷൻ, പ്രകൃതി, കാലം, ആകാശം, കർമ്മം. ഇങ്ങനെ 24 തത്വങ്ങളായിട്ട് മനസ്സിലാക്കുമ്പോൾ സാധകൻ അറിയുന്നു ജ്ഞാതൃ ജ്ഞേയങ്ങളെല്ലാം ഒന്നാണ്. ഇതാണ് പരമമായിരിക്കുന്ന സത്യം. ശരി, ഇതിനെയാണ് നമ്മൾ മോക്ഷം, അല്ലെ, സാൽവേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവതാരങ്ങൾ പോലും അപൂർണരാണ്. പൂർണ്ണ അവതാരം, അംശാവതാരം, എല്ലാവരും എന്താ പറയാ, പല പല സ്റ്റേജസ് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മനസ്സ് എപ്പോഴും ആ ഒരു ചിന്മയായിരിക്കുന്ന ചൈതന്യത്തെ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ചൈതന്യ പൊരുളാണെന്നുള്ള സത്യത്തെ അറിയണം. ശിവ കേവലോഹമാണ് ഞാൻ എന്നറിയണം, ഇല്ലേ? ഇപ്പൊ മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം, ഇത് അറിയുന്നവർക്ക് ചിന്മയായിരിക്കുന്ന ദേവി പരമാനന്ദത്തെ കൊടുക്കുന്നു. അമ്മ വിജ്ഞാനഘന രൂപിണിയാണ്. അപ്പൊ സ്വയം പ്രയത്നം കൊണ്ട് മാത്രമേ നമുക്ക് ആത്മീയമായ പാതയിൽ ഉയരാൻ സാധിക്കൂ. നമുക്ക് വേറെ ഒരാശ്രയവും അവിടെ ഇല്ല, അല്ലേ? അവനവനെ തന്നെ നമ്മൾ ഉത്തരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദേത്. ആത്മനോ ആത്മൈവ, ശരിക്കും ആത്മാവ് തന്നെയാണ് നമ്മുടെ അനുഗ്രഹമായിട്ടിരിക്കുന്നത്, അല്ലെ? നമ്മുടെ ബന്ധുവും ശത്രുവും എന്താണ്? നമ്മൾ തന്നെയാണ്, അല്ലെ? അപ്പൊ ആശ്രയമോ പണമോ നമ്മൾ വേറെ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും നമുക്ക് യാതൊരു ഫലവും ഇല്ല. കാരണം നമ്മുടെ അവസാന യാത്ര തനിച്ചാണ്. ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഹ. നമ്മുടെ ബന്ധുവും ശത്രുവുമാരാ? നമ്മുടെ ആത്മാവ്. നമ്മുടെ ആത്മാവ് ശത്രു എന്നല്ല, നമ്മുടെ മനസ്സ്, അല്ലേ? ഈ ചൈതന്യത്തെ അറിയുന്നതിനും ആണ് നമ്മൾ എന്താ പറയുന്ന സന്തോഷം, ആനന്ദം, പരമാനന്ദം പല സ്റ്റേജിൽ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ പരം എന്ന് പറഞ്ഞാൽ ബിയോണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നോൺ എക്സ്പ്ലെയിനബിൾ, ബൗണ്ടറി ലെസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ശരീരം എന്ന പിണ്ടത്തെ, പ്രേതത്തെ, അതായത് പരമ ചൈതന്യം വസിക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് കാണണം, അല്ലെ? അതിനെയാണ് നമ്മൾ വിജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പൊ ചൈതന്യത്തിന്റെ രൂപം അതാണ്. ഇപ്പൊ ധ്യാനം, ധ്യാന തത്വം എല്ലാം ഒരു ലൈനിൽ വരണം. ഇപ്പൊ ധർമാധർമ്മ വിവർജിതായി നമാന്ന് ദേവിക്ക് ഒരു പേരുണ്ട്. ധർമ്മം അധർമ്മം എല്ലാറ്റിനെയും വേർതിരിച്ച് കാണുന്നവൾ. കാരണം പരമസ്വരൂപം. അപ്പൊ കാര്യം നമ്മുടെ ശരീരം. അപ്പൊ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, രണം എന്ന് പറഞ്ഞാൽ ഋണം എന്ന് പറഞ്ഞാൽ കടം. ഇപ്പൊ ബ്രഹ്മാവിന്റെ കടം, ഇപ്പൊ പിറവി എന്നുള്ള കടം എന്താണ്? നാരായണം എന്ന ഒറ്റ വാക്കുകൊണ്ട് ഇല്ലാതാകുന്ന പറയാറുണ്ട്. ചെയ്ത് അറിഞ്ഞ് അതിൽ നിന്ന് ഉണരണം നമ്മൾ, അല്ലെ? ഞാൻ ശരീരമല്ല, ആ ചൈതന്യമാണെന്നുള്ള ഉണർവ്. അപ്പൊ ആത്മീയ നിമിഷങ്ങളിൽ ധർമ്മ അധർമ്മങ്ങൾ പുറന്തള്ളണം. കാരണം അവ മായയുടേതാണ്, വാസനകൾ ഉണ്ടാക്കിയതാണ്. അത് എന്താ പറയാ, അത് വീണ്ടും വീണ്ടും നമുക്ക് ആ മായയെ നമ്മുടെ ഉള്ളിലെ പല പല ചിന്തകളെ കൊണ്ടുവരും. ദേവി ഇതിനെല്ലാം മുകളിലാണ്. അവിടെ എത്തിച്ചേരാൻ നമ്മൾ പരിശ്രമിക്കണം. ഇപ്പൊ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 5 ബ്രഹ്മങ്ങൾ കൊണ്ട് പരിരക്ഷിക്കപ്പെടുന്നതാണ്. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ, പിന്നെ സുബ്രഹ്മണ്യൻ, ഗണപതി, ഇങ്ങനെ പല ഈശ്വരന്മാര് പല സങ്കല്പങ്ങളിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നു. ഇതിനെല്ലാം ഉപരി പരാശക്തി, അല്ലെ?
പിന്നെ അഷ്ടഗജങ്ങള്, ആ ഒരു ഉപരിതലത്തില് അഷ്ടഗജങ്ങള് എല്ലാവരും തന്നെ തന്നെ മറന്ന് അവരുടെ കർമ്മങ്ങൾ ചെയ്യണു. അപ്പോ കരുണ കാരണമാണ് അവരത് ചെയ്യുന്നത്. മൂലപ്രകൃതിയായിരിക്കുന്ന ദേവി കരുണാമയിയാണ്, നമ്മളെ പരിപാലനം ചെയ്യുന്നു. മനുഷ്യൻ സമാധി നിലയില് ശരീരം പ്രേതമായിരിക്കുന്നു പറയാറുണ്ട്. രമണ മഹർഷി 13 വർഷം തപസ്സിലിരുന്നപ്പോ ശരീരത്തിൽ സംഭവിക്കുന്ന ഒന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. പക്ഷെ അറിവ്, അതായത് കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ്, ആ ഒരു പരബ്രഹ്മം, പരാശക്തി, മഹത്വത്വം ഉള്ളത് കൊണ്ടാണ് തിരിച്ചു വരാൻ സാധിച്ചത്, ഇല്ലേ? ഇപ്പൊ പഞ്ചബ്രഹ്മങ്ങളെയും നമ്മുടെ ശരീരത്തിൽ കാണണം, പുറത്തല്ല അവരൊന്നും. അങ്ങനെ കണ്ടാലേ നമ്മുടെ ശരീരം ശുദ്ധമാകുള്ളൂ. അപ്പൊ ആ അറിവിനെയാണ് നമ്മൾ എനർജി, ആ എനർജി ഉണ്ടെങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, ഇല്ലേ? അതൊരിക്കലും എന്താ പറയാ കുറയുന്നില്ല. എത്ര വർദ്ധിക്കുന്നോ അതിനനുസരിച്ച് മുകളിലോട്ട് പോകും. ജന്മങ്ങളെ കുറിച്ച് നമ്മൾ ഭയക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ദേവി കരുണ കൊണ്ട് എപ്പോഴും ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഒരിക്കലും നശിക്കാത്ത ജീവാത്മാവിന്റെ കൂടെ വരുന്നത് അറിവ് മാത്രമാണ്. നമുക്ക് വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെ? മറ്റു മതങ്ങളിലെ പോലെ നമുക്ക് എന്താ പറയാ, സ്വർഗം എന്നുള്ളത് ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് അല്ല. കാരണം അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്ക് ആദ്യം ചെല്ലേണ്ട സ്വർഗം. അവിടെ അതിനും മുകളിലായിട്ട്, അതായത് നമ്മൾ ആ സ്വർഗത്തിനും അപ്പുറത്ത് മുക്തിയാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. കൈവല്യ മുക്തി, അല്ലേ? അപ്പൊ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം പോണം. ആ ദാനധർമാദികൾ ചെയ്യണം. ലളിതാ സഹസ്രനാമം അർത്ഥം അറിഞ്ഞ് ജപിച്ചാല് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടും, അല്ലേ? കാരണം ശരീരത്തിൽ എങ്ങനെയാണ് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന രോഗാവസ്ഥ, അത് ഏത് രോഗമാണെന്ന് നമുക്കറിയാം. പക്ഷെ ശരീരത്തിന് അത് അറിയണമെങ്കിൽ എന്താ വേണ്ടേ? ഇതിനകത്തൊരു ശക്തി ഉണ്ടില്ലേ? അതുപോലെ നമ്മുടെ എല്ലാ ഭവരോഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ രോഗം തീർക്കുന്ന 1000 നാമങ്ങളാണ് ഈ പറയുന്ന ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത്. അപ്പോ ഈ അനുഗ്രഹങ്ങളെല്ലാം ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതോടുകൂടി നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അപ്പൊ നമ്മുടെ ശരീരത്തില് ഈ മന്ത്രങ്ങൾ അലിഞ്ഞു ചേരും. മഹാവിഷ്ണുവും ശക്തിയും ഒന്ന് തന്നെയാണ്. ശ്രീമദ് ഭാഗവതം അത് പറയുന്നുണ്ട്. ശ്രീമത്ത് എന്നാൽ ദേവി, ഇല്ലേ? അപ്പോ ആ ഒരു ധർമ്മം ധർമ്മി. അപ്പൊ സ്ത്രീ ശക്തി എന്ന് പറഞ്ഞാൽ പാർവതി, പുരുഷ ശക്തി എന്ന് പറഞ്ഞാൽ വിഷ്ണു. അപ്പൊ ഏത് വിത്ത് പൊടിക്കുമ്പോഴും ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും. അപ്പൊ പുരുഷ സ്ത്രീ ശക്തി, ഇത് പ്രകൃതി നിയമമാണ്. സ്വപന്തി തൈജസാത്മികായേ നമ. അപ്പൊ തൈജസൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മ, അതായത് ആ ഒരു ഫങ്ഷൻസ് നടത്തുന്നത്, ആ സ്റ്റേറ്റിനെ ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് സ്ഥൂലം, സൂക്ഷ്മം, പര എന്നീ 3 ശരീരങ്ങളുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? ഇപ്പൊ തൈജസൻ എന്ന് പറയുന്ന സൂക്ഷ്മതലം, സ്ഥൂലം കഴിഞ്ഞത് ഇത് അറിയും നമ്മള്. സുപ്ത പ്രാജ്ഞ എന്ന് പറഞ്ഞാൽ അറിവ്, പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തിന്റെ സ്വരൂപം. അപ്പൊ പഞ്ചബ്രഹ്മ സ്വരൂപത്തിലൂടെ അത് ഉണരുന്നു. അപ്പൊ ശരീരബോധം കുറയുമ്പോൾ ഞാൻ ആര് എന്നുള്ള സൂക്ഷ്മ ജ്ഞാനം ഉണരും. അപ്പം ആ ഒരു നിരാകാരമായിരിക്കുന്ന ശക്തി തന്നെയാണ് നമ്മുടെ ഈ സ്ഥൂല ശരീരത്തെ നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് നമ്മൾ അറിയും. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം, തുരീയാതീതം, ഈ 5 അവസ്ഥയും നിർഗുണമായിരിക്കുന്ന ഒരു ശക്തിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പൊ ജാഗ്രത അവസ്ഥയിലെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഇവയിലൂടെയാണ് എല്ലാം അറിയുന്നത്. നമ്മൾ വേക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നു ജാഗ്രത അവസ്ഥ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവരാണ് സുഷുപ്തിയിലും ജോലി ചെയ്യുന്നത്. അപ്പൊ സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് അന്ധകരണങ്ങൾ മാത്രമുണ്ട്. അടുത്തത് സുഷുപ്തി അവസ്ഥയാണ്. നമ്മുടെ ജീവതത്വത്തിലെ 10 ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും ലയിച്ചു ചേരുന്ന അവസ്ഥയാണത്. അപ്പോൾ നമ്മൾ ഒരിക്കലും നശിക്കാത്ത ആത്മതത്വം മാത്രമാണ് എന്നറിയും. അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഉള്ളില്. ഉറങ്ങാതെ ഉണരാതെ ശരീരമാകുന്ന ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഇരുട്ടുമുറിയില്, ഇല്ലേ? സാധാരണ പറയാറുണ്ട് ആ ഒരു ഇരുട്ടുമുറിയാണ് നമ്മുടെ ഉള്ളില്, തമസ് നിറഞ്ഞു നിൽക്കുന്ന, ഇല്ലേ? അതുകൊണ്ടാണ് ദേവിയെ ആ അവിദ്യാനാം അന്തസ്തിമിര മിഹിര ദ്വീപനഗരി, ആ അവിദ്യയാകുന്ന അന്തസ്തിമിരത്തിനുള്ളിൽ പ്രകാശമയമായിരിക്കുന്ന സ്വരൂപിണിയായിരിക്കുന്ന അമ്മ. ഈ ഉണർന്നിരിക്കുന്ന ശക്തിയെ നമ്മൾ കാണണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഇരുട്ടുമുറി, അത് ഇരുട്ടുമുറിയല്ല, അത് സുധാസാഗരത്തിന്റെ മധ്യത്തിലുള്ള ശ്രീനഗരത്തിലെ ചിന്താമണി ഗൃഹമാണ്. അവിടെ ചിന്താമണി കല്ലുപോലെ പ്രകാശിക്കുന്ന ആ പ്രകാശത്തിനുള്ളിൽ പഞ്ചബ്രഹ്മാസനത്തിലിരിക്കുന്ന എന്താ പറയാ, ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്ന ചിത്ശക്തിയായിരിക്കുന്ന ദേവിയാണ് നമ്മുടെ ഉള്ളിലെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ പ്രകാശമാനമായിരിക്കുന്ന ഈ ശരീരത്തില്, അല്ലെ, അതിന്റെ ഉള്ളിൽ മുഴുവനും അമ്മയുടെ പ്രകാശം നമ്മുടെ ഓരോ രോമകൂപത്തിലൂടെ അത് പുറത്തേക്ക് പ്രവഹിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആത്മതത്വം, ഇല്ലേ?
ഒരിക്കലും നശിക്കാത്ത, കാരണം നമ്മുടെ എല്ലാ അന്ധകരണങ്ങളും ലയിച്ചു ചേരുന്ന സുഷുപ്തി അവസ്ഥയിൽ പോലും ഒരിക്കലും നശിക്കാത്ത ആത്മതത്വം മാത്രം നമ്മുടെ ഉള്ളില് ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെ. അത് ഉണരാതെ ഉറങ്ങാതെ ഈ ഒരു ശരീരത്തിനുള്ളിൽ തന്നെ വർത്തിക്കുന്നു. അപ്പൊ അതായത് ഇതിനെ എല്ലാം വർജിച്ചവളാണ് ദേവി. എന്തിനാ? നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളില് നമ്മുടെ ആത്മാവായിട്ട് അമ്മ വന്നിരിക്കുന്നു. എല്ലാ അവസ്ഥകളെയും താണ്ടിയവളാണ് ദേവി, സർവാവസ്ഥാതീത അല്ലെ. അപ്പൊ ദേവിയെ അറിയണമെങ്കിൽ ഈ അവസ്ഥകൾ കടക്കണം. തുരീയം, തിരോധാനം, തുരീയാതീത എന്ന് പറയുന്നത് അനുഗ്രഹം. അപ്പൊ ഈ ഈശ്വര കൃത്യവും രഹസ്യമാണ്. ഇപ്പൊ ദേവിക്ക് സൃഷ്ടികർത്തി, കർമ്മം ബാക്കിയുണ്ടെങ്കിലേ സൃഷ്ടിയുള്ളൂ ഇല്ലേ. മരങ്ങള്, മൃഗങ്ങള് എല്ലാത്തിനും കർമ്മങ്ങളുണ്ട്. അപ്പോ സൃഷ്ടിക്കുമ്പോൾ ഈശ്വരൻ ഭൂലോകത്തെ ഈ പറഞ്ഞ 23.4 ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പൊ നവഗ്രഹങ്ങളെല്ലാം ഓരോ സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഭൂമി 365 നാള് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യനും ഓരോ എന്താ പറയാ, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഇവിടെ എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു എന്താ പറയാ, മുന്നോട്ട് ഫോർവേഡായിട്ടും ബാക്ക്വേർഡായിട്ടും മൂവ്മെന്റ് ഉണ്ട്. അതിനാണ് വക്രഗതി. തിരിച്ചു കറങ്ങുന്നതിനാണ് നമ്മൾ ഗ്രഹങ്ങളുടെ വക്രഗതി. അല്ലെങ്കിൽ എല്ലാം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഭൂമിക്ക് മാത്രമാണ് മുന്നോട്ട് മാത്രമേ ഉള്ളൂ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറകോട്ട് വരാൻ സാധ്യമല്ല. സൂര്യൻ, ചന്ദ്രൻ മാത്രം കുറച്ച് കറങ്ങി തിരിച്ചു വരും. അതിന്റെ സ്ഥാനത്ത് നിൽക്കും. മറ്റ് ഗ്രഹങ്ങള് വക്രഗതിയിൽ പോവാറുണ്ട്. ബൃഹസ്പതി, വ്യാഴം 84 മുതൽ 90 ദിവസം വരെ തിരിച്ചു കറങ്ങാറുമുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു എന്താ പറയാ, സൾഫ്യൂരിക് ആസിഡ് ആണ് മഴ പോലെ പെയ്യുന്നത് അവിടെ. ഇപ്പൊ ജൂപ്പിറ്ററിൽ 16 ലോകത്തെ ഒളിച്ചു വെക്കാം, അത്രയും വലുതാണ്. അപ്പൊ അതിന്റെ സൈസ് നമ്മൾ ചിന്തിച്ചു നോക്കണം. 16 ഗ്രഹങ്ങളിൽ നിന്ന് 30 മുക്കോടി രശ്മികളാണ് വന്നു ചേരുന്നത്. അതിനെയാണ് നമ്മൾ 30 മുക്കോടി ദേവകൾ എന്ന് പറയുന്നത്. എല്ലാം വേണ്ടവണ്ണം മാത്രം അതിന്റെ റിലേഷൻഷിപ്പ് ലഭിക്കുന്ന പോലെ ആവശ്യത്തിന് മാത്രമാണ് ഭൂമിയിൽ വന്നു ചേരുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. ഏകാദശ രുദ്രന്മാര്, ദ്വാദശ ആദിത്യന്മാര്, അഷ്ടവസുക്കള് അല്ലെങ്കിൽ അഷ്ടദിക് പാലകര്, അശ്വനി ദേവകള് 2, ഇതിനെയാണ് നമ്മൾ 33 ദേവതകൾ എന്ന് പറയുന്നത്. ഇവരുടെ ഗണങ്ങളുടെ ശക്തികൾ ചേർന്ന് 30 മുക്കോടി ദേവകളായിട്ട് തീരുന്നു. അശ്വിനി ദേവകള് ആ ഒരു സൂര്യപുത്രരുടെ പ്രകൃതി നിർമ്മാണം എന്നത് ചെറിയ കാര്യമല്ല. ദേവി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. കാരണം പ്രകൃതിക്ക് ത്രിഗുണങ്ങൾ വേണം. ആ ഒരു സത്വത്തിൽ നിന്ന് രജസ്, അതിൽ നിന്ന് തമസ്, ഇങ്ങനെ ഗുണങ്ങളിലൂടെ പ്രകൃതി ഉരുത്തിരിഞ്ഞു വരണു. സൃഷ്ടി കാര്യങ്ങൾ ഗുണങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. ഇപ്പൊ ലോകത്തിൽ ഒന്നും വേസ്റ്റ് അല്ല. വിഷം പോലും ആവശ്യമുണ്ട്. ഇവിടെ തേളിന്റെ വിഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഇവിടെ ഓരോ വിഷവും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ കാറ്റഗറി വരും. നമ്മുടെ എന്താ പറയാ, ഈ തേൾ വിഷം പലതിനും ഉപയോഗിക്കാറുണ്ട്. പിന്നെ എല്ലാം ശരിക്കും പറഞ്ഞാല് ഈ പ്രപഞ്ചത്തിലെല്ലാം സൃഷ്ടി, സ്ഥിതി, ഇവിടെ നിൽക്കുന്നത് എല്ലാം തന്നെ എല്ലാത്തിലും ഈശ്വര ചൈതന്യമാണുള്ളത് അല്ലെ. ഇപ്പൊ എല്ലാം ഈശാവാസ്യമിതം സർവം, എല്ലാം പരമസത്യമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ഇവിടെ ഒന്നും നമുക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഡിവൈൻ ആണ് അല്ലെ. ഡിവൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വര തുല്യമായിട്ടുള്ളത്, ഈശ്വരനായിട്ടുള്ളത്. ഇപ്പൊ എപ്പോഴും സത്യത്തില് നല്ല ചിന്തകളോടെ ഇരുന്നാല് ഈ പ്രപഞ്ചത്തിൽ നല്ല കാര്യങ്ങൾ നമ്മളെ തേടി വരും. അപ്പൊ ആദ്യം വേണ്ടത് സൃഷ്ടി, അതിനൊരു ദേവത, അതിനെയാണ് നമ്മള് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ഗോപ്ത്രി എന്ന് പറഞ്ഞാൽ ഗോ എന്നാല് ഉണ്ടായി, വളരുക, ഇല്ലാതാവുക. ഗോ എന്നാല് പശു എന്ന് പറയാറുണ്ട്. പശു എന്നാല് ആത്മാ, ഗോവിന്ദ, ജീവനുകളാൽ വന്ദിക്കപ്പെടുന്നവൻ. ഇപ്പൊ പരമാത്മാ എന്ന് പറഞ്ഞ ഗോവിന്ദ രൂപത്തില് പ്രത്യക്ഷമായിരിക്കുന്ന ദേവി ഗോവിന്ദ രൂപിണി. ഇപ്പൊ സത്വഗുണം എല്ലാവർക്കും ഒരു ഡിവിനിറ്റി ഉണ്ട് ഇല്ലേ. അടുത്ത ദേവിയുടെ സ്വരൂപം സംഹാരിണി, രുദ്രരൂപിണി. അപ്പൊ സംഹാരം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ സദാ പൂജ ചെയ്യാൻ കാരണം എന്താ? നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്നത് വിഷ്ണു ഭഗവാനാണ് അല്ലെ. ദിവസം 18 മണിക്കൂർ കലിയുഗത്തില് നമ്മളെ കാത്തുകൊള്ളുന്നുണ്ട്. ഒരു ജീവൻ ഭൂമിയിൽ വരുന്ന ഈ 3 മലങ്ങള്, ആണവ, മായിക, കാർമിക മലങ്ങള്, അതിനെ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ആ ഉണർവോടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ജീവൻ, ശരീരം, ധർമ്മം എല്ലാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം അല്ലേ. ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. മരണം എളുപ്പമാണ്, പക്ഷെ ജീവിതമാണ് വലുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഒരു ഗൈഡൻസ് വേണം, സംരക്ഷണം. നമ്മുടെ പ്രാരാബ്ധം, നമ്മുടെ കർമ്മങ്ങള് എല്ലാം തന്നെ നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. എന്നാലേ ഈ ഭൂമി വിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ജീവൻ ആ ഒരു എലിവേറ്റഡ് ആയിട്ട് വിഷ്ണുവായിട്ട്, അതായത്
ആ ബ്രഹ്മാവായിട്ട് പുഴു മുതൽ ബ്രഹ്മാവ് വരെ ആകാമെന്ന് ദേവി ഭാഗവതം പറയുന്നുണ്ട്. അപ്പോ നമ്മൾ എന്താ പറയാ, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ശക്തിയാണ് നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത്, ദേവിയുടെ വ്യാപന ശക്തി. ഇപ്പൊ യജ്ഞങ്ങള് പൂജകളെല്ലാം വിഷ്ണു രൂപിണിയായിരിക്കുന്ന ദേവിക്കാണ് നമ്മൾ ചെയ്യുന്നത്, വിഷ്ണു രൂപത്തിലാണ് ചെയ്യുന്നത്. സംഹാരം എന്ന് പറഞ്ഞാല് രുദ്രരൂപിണിയായിട്ട് ദേവി സംഹരിക്കണു. സം എന്ന് പറഞ്ഞാൽ ഉലകം. ഈ ഇവിടെ ജീവൻ ഇരിക്കുന്നത്, എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ ആക്ടിവിറ്റി നടക്കുന്നത് സ എന്ന തത്വത്തില് അഹം നിൽക്കുന്നത് കൊണ്ടാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാല് ആ ഒരു ജീവൻ, ഹാരം അല്ലെങ്കിൽ ഹരം, അപ്പൊ ഇല്ലാതാക്കുന്നത്, ഹരിക്കുന്നത്. അപ്പൊ ജീവന്റെ യാത്ര പുനരഭിജനനം പുനരഭിമരണം, ഇല്ലേ, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ഈ ജീവൻ എന്ന് പറഞ്ഞാല് ഉണ്ടായി, നിലനിന്ന്, സംഹാരം, ഇങ്ങനെ മൊത്തമായിട്ട് ഒരു വിഡ്രോവൽ. ഇപ്പൊ ജീവനെ കർമ്മത്തിന്റെ ഉപാധിയായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് വിടുവിക്കുന്നത്, അടുത്തത് തിരോധാനം, അടുത്തത് അനുഗ്രഹം, അങ്ങനെ തൊട്ട് തൊട്ട് ഓരോ കാര്യങ്ങൾ വരികയാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മരണം ഒന്നിന്റെയും അവസാനം അല്ല, തിരോധാനം നടത്തുന്നവൾ. അപ്പൊ ഈശ്വരൻ, മഹേശ്വരൻ, ഈ എന്ന് പറഞ്ഞാൽ ശക്തി, ശ എന്ന് പറഞ്ഞാൽ ശിവൻ, ര എന്ന് പറഞ്ഞാൽ രണം. അപ്പൊ ശിവശക്തി ഐക്യത്തിന് തടസ്സമാകുന്ന കടം എന്ന കർമ്മം. ഇപ്പൊ ശരീരമാകുന്ന ഉപാധിയിൽ ചെയ്യുന്ന കർമ്മമാണ് കടം. ഇപ്പൊ കർമ്മം എന്നാൽ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ആശ, വാസനകള്, നമ്മൾ ഫുൾഫില്ല് ചെയ്യാത്ത, ഇല്ലേ, പൂർത്തീകരിക്കാത്ത വാഗ്ദാനങ്ങൾ എല്ലാം പ്രകൃതിയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അനുസരിച്ച് പ്രകൃതി തന്നെ ആ ഒരു എന്താ പറയാ ധർമ്മം അനുസരിച്ച് അടുത്ത ജന്മം കൊടുക്കും. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ചൂസ് ചെയ്യാം, ശരീരം ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചൂസ് ചെയ്യാം. അതിനനുസരിച്ചുള്ള ഫലം തരുന്നത് ആരാ? പ്രകൃതിയാണ്, അല്ലേ? ഒരു വൃക്ഷത്തിലിരിക്കുന്ന പക്ഷി എപ്പോ വേണമെങ്കിലും പറന്നു പോകാം, അല്ലേ? അങ്ങനെ തന്നെയാണ് ജീവനും ഈ ശരീരത്തിൽ ഇരിക്കുന്നത്. കാരണം ഈ ജീവന് എപ്പോ വേണമെങ്കിലും ശരീരത്തെ ഉപേക്ഷിച്ച് പോകാൻ പറ്റും. ഇപ്പൊ മൗനമാണ് ഏറ്റവും നല്ലതെന്ന് പറയാറുണ്ട്. വാക്ക് നശിക്കാത്തതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താ? സദാ സത്യധർമാദികളോടെ യോഗങ്ങളിലൂടെ ആ ഒരു ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ആത്മാവിനും പരമാത്മാവിനും ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി ആ ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തനിക്ക് വേറൊരു ലോകത്തേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ലോകം എന്ന് പറയുന്നത് തൻ്റെ ഈ ശരീരം നിൽക്കുന്ന ഭൂമി താൽക്കാലിക മണ്ഡലമാണെന്നും എല്ലാം ഈശ്വരമയമാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ലോകം എന്ന് പറയുന്നത് എന്താ? അനുഭവ മണ്ഡലമാണ്, അല്ലെ? അപ്പൊ ഈ ലോകത്ത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഇനി ഒരു ലോകത്ത് ചെന്നാലും അനുഭവം എന്ന് പറയുന്നത് ആത്മാവിനുണ്ടാവുന്നതാണ്. അപ്പൊ അത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ദേവിയുടെ പാദ പങ്കജങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കണം. നിശ്ചയമായിട്ടും അത് സംഭവിച്ചിരിക്കും. ശരിക്കും പറഞ്ഞാല് നമ്മള് ആ ഒരു പരമാത്മാവുമായിട്ട് ലയിച്ചു ചേരും, ജീവ പരമാത്മ ഐക്യമുണ്ടാകും. അപ്പൊ ഈ ഒരു കൺവിക്ഷൻ നമുക്കുണ്ടായിരിക്കണം. ഇതിനെയാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത്. നമ്മൾ ഭഗവത്ഗീതയിൽ പറയാറുണ്ട്, സംശയാത്മാ വിനിശ്യതി, അല്ലെ? ഇതെല്ലാം സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് സത്യമാണോ? ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കാലം കടന്നു പോവും. നമുക്ക് ഒരിക്കലും നേടേണ്ടത് നേടാനും പറ്റില്ല. അപ്പോ ഇതിനെല്ലാത്തിനും ആ ഒരു സാധനാമാർഗം സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചിട്ടയോടുകൂടി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, നിത്യ ആരാധനയിലൂടെ നിത്യ ചിന്തനത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് അനുഗ്രഹം. അതിനെയാണ് സദാശിവൻ, അല്ലെ? ആ സദാശിവൻ എന്ന് പറയുന്ന കിടക്കുന്ന ചലനമില്ലാത്ത മഹത്തത്വം ദേവി ഇരിക്കുന്നത് ആരുടെ പുറത്താ? സദാശിവനാകുന്ന പലകയുടെ പുറത്ത്, അല്ലെ? തന്റെ ശക്തിയെ മാത്രം പരാശക്തിയായിട്ട് ഉയർത്തി കാണിച്ച് എല്ലാം അവിടെ അടങ്ങുകയാണ്. അപ്പൊ ഭാനുമണ്ഡല മധ്യസ്ഥ ഹീലിയം എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ട്. ഹിരണ്യം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിൽ ജ്വലിക്കുന്ന ഒരു തത്വമാണ്. അതാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഇപ്പൊ സൂര്യരശ്മി പതിയുന്നത് എല്ലാം നമ്മളെ ശുദ്ധീകരിക്കുക ചെയ്യുന്നത്. എവിടെയാണെങ്കിലും എന്താ, അത് ശുദ്ധമാക്കും. ഇപ്പൊ ആസനങ്ങളിലെ 36 ആസനങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്ന പത്മാസനാണ്. ഇപ്പൊ ദേവി ഭഗവതി, ഭഗം എന്ന് പറഞ്ഞാല് സംസാര ദുഃഖം എന്ന് പറയാറുണ്ട്. പിന്നെ അർത്ഥം, ശരിക്കും പറഞ്ഞാല് ഐശ്വര്യം, വീര്യം, കീർത്തി, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനെ 6 ഗുണങ്ങളുള്ളവളാണ് ഭഗവതി എന്ന് പറയുന്നത്. അപ്പൊ അമ്മ ആരാണ്? പത്മനാഭ സഹോദരി. ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് ഒരേ രക്തം ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരേ ഉദരം, അല്ലെ, ഒരേ ഗർഭപാത്രം ഷെയർ ചെയ്യുന്നവരെയാണ് നമ്മൾ സഹോദരി സഹോദരൻ എന്ന് പറയുന്നത്, അല്ലെ? സഹ ഉദരം. അപ്പൊ രുധിരം എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ്, അല്ലെ? ഇപ്പൊ ഉദരം എന്ന് പറഞ്ഞാൽ വയറ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ 3 വർഷത്തേക്കുള്ള ഹീമോഗ്ലോബിൻ അമ്മയിൽ നിന്ന് എടുക്കുന്നു പറയാറുണ്ട്. ഇപ്പൊ പരാശക്തി എന്ന് പറഞ്ഞാൽ കൃഷ്ണ സഹോദരിയായിട്ട് വന്നു. ഇപ്പൊ ബ്രഹ്മം, ധർമ്മം എന്ന ധർമ്മി, ഇത് രണ്ടായിട്ട്
വിരിയിക്കുന്ന, അതായത് ധർമ്മം മഹാവിഷ്ണു, ധർമ്മി എന്നത് പരമേശ്വര പത്നിയായിട്ട് മാറുന്നു. അപ്പൊ പുരുഷൻ എന്ന വിഷ്ണു, പരമേശ്വരി, ധർമ്മി, ഇത് മൂന്നും ചേർന്നത് പരമാത്മാ. ഇപ്പൊ ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി, കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടാകുന്നു. ഭഗവാന്റെ കണ്ണിൽ നിന്ന് സൂര്യന്മാരും മനസ്സിൽ നിന്ന് ചന്ദ്രനും മുഖത്തിൽ നിന്ന് അശ്വിനി ദേവതകളും ഉണ്ടാകുന്നു എന്ന് പറയണു. ഓരോ സൂര്യനും ആയുസ്സുണ്ട്. അത് ജ്വലിക്കുന്ന ഹീലിയം എന്ന് പറയുന്ന ഗ്യാസ് തീരുമ്പോൾ അത് കരിക്കട്ടയായിട്ട് തീരും. എല്ലാ ശക്തിയും വരുന്നത് പരാശക്തിയിൽ നിന്നാണ്. അപ്പോ സഹസ്ര ശീർഷവദന, സഹസ്രാക്ഷി, സഹസ്രപാദ്, ഇവിടെ കാണുന്നതെല്ലാം എന്താണ്? ഈ അമ്മയുടെ പരാശക്തിയുടെ സ്പന്ദനങ്ങൾ തന്നെയാണ്. ബ്രഹ്മാവിൽ നിന്ന് കശേരുക എന്ന പുഴു വരെയുള്ള എല്ലാ സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ശക്തി. അപ്പോ എന്താ പറയാ, 4 വർണ്ണാശ്രമങ്ങള്. ആശ്രമം എന്നാൽ ആ എന്നാൽ അക്ഷരം ഇല്ലേ, 8 അക്ഷരം നാരായണൻ. ഒരു ട്രയലാണ്. ആ എന്ന് പറഞ്ഞാൽ വ്യാപിച്ച തത്വം വിഷ്ണു. ആ മഹത്തത്വത്തെ അറിയാനുള്ള ശ്രമം. ഓരോ വ്യക്തിയും നമ്മൾ ആ ഒരു സത്യത്തെ അറിയാനുള്ള ശ്രമത്തിലാണ് ഇല്ലേ. ഏത് വഴിയിലും നമുക്കത് ട്രൈ ചെയ്യാം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം, വാനപ്രസ്ഥം, 4 ആശ്രമങ്ങൾ, ഏത് വഴിക്കും ഇതിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ ബ്രഹ്മത്തെ തേടി നടക്കണം എന്നുള്ളതേ ഉള്ളൂ. കാരണം അനുഷ്ഠാനങ്ങളിലൂടെ, അറിവിലൂടെ നമ്മൾ എന്താ പറയാ, ആ അറിവ് നമ്മൾ സമ്പാദിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോ എന്താ പറയാ, ഗൃഹം എന്ന് പറഞ്ഞാല് അട്രാക്ട് ചെയ്യുന്ന ശക്തി. അപ്പൊ കല്യാണം എന്ന് പറഞ്ഞാല് ശരിക്കും ടു നോ ഹൂ യു ആർ. ശരിക്കും പറഞ്ഞാല് ബ്രഹ്മം ആദ്യമായിട്ട് 2 പാർട്ടായിട്ട് തിരിഞ്ഞു. അപ്പൊ ബ്രഹ്മം, അതായത് ബ്രഹ്മം എന്ന് പറയുന്നത് ആ ഒരു ഇറ്റേണൽ പാർട്ട്, ധർമ്മം ഡിവൈഡഡ് ഇൻറ്റു വിഷ്ണു, മെയിൽ ആൻഡ് പോസിറ്റീവ് എനർജി, സ്ത്രീ പാർവതിയായിട്ട് തീർന്നു, ഫീമെയിൽ നെഗറ്റീവ് എനർജി അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാല് ആ ഒരു 3 എലിമെന്റ്സ്, അതായത് ആ ഒരു 3 അണ്ടങ്ങള് ഉണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇത് എന്താണ്, ഞാൻ ആരാണെന്ന് അറിയുന്ന ആ അസ്തിത്വം ഉണരാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ പഠിക്കുന്നത്. ഇപ്പൊ ഗൃഹസ്ഥൻ ധർമ്മങ്ങൾ ധാരാളം ഉണ്ട്. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ? വാനം എന്ന് പറഞ്ഞാൽ ആകാശം, വനം എന്ന് പറഞ്ഞാൽ കാട്. ഇപ്പൊ വനത്തിൽ പ്രസ്ഥാനം ചെയ്യണം. ഇപ്പൊ കർമ്മം, സ്വത്ത്, അറിവ് എല്ലാം വിട്ട് വനത്തിൽ പ്രവേശിക്കണം. അപ്പൊ നിധിധ്യാസനത്തിന് ചിന്തിക്കണം. ഇപ്പൊ ഞാൻ ആര്? ശരീരം വേണം ഇല്ലേ ഇത് ചിന്തിക്കണമെങ്കിൽ. അപ്പൊ എന്നെ ഞാൻ അറിയണം. എല്ലാ ഉപാധികളെയും നമ്മൾ മറക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സാഷ്ടാംഗ നമസ്കാരം 8 അംഗങ്ങള് സാക്ഷിയായിട്ടിരിക്കുന്നത്. ഇപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഉപേക്ഷിക്കുക ഇല്ലേ. ഇപ്പൊ അറിയും ഞാനാണ് ആത്മാവ് എന്ന്. അപ്പൊ വർണ്ണം എന്ന് പറയുന്നത് 4 വർണ്ണങ്ങളുണ്ട്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഭൃഗു, ഭരദ്വാജൻ ചെയ്ത പാതകങ്ങളാണ് വർണ്ണം. 4 സ്ഥാനങ്ങൾ വേണം രാജ്യത്തെ രക്ഷിക്കാനായിട്ട്: അറിവ്, ജ്ഞാനം, ശക്തി, വ്യവസായം, ജോലി. അപ്പോ ഇത് വേണം ഒരു രാജ്യ പുരോഗതിക്ക്. അങ്ങനെയാണ് ജാതി എന്ന് പറയുന്ന വർണ്ണം വന്നത്. അപ്പോൾ ഉழைപ്പ് അല്ലെങ്കിൽ ജോലി ചെയ്യുക, അത് ശൂദ്രൻ. ഇതിനെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നത് നിയതി ഇല്ലേ, ആ പരബ്രഹ്മം. അപ്പൊ ദേവി ദേശകാല പരിച്ഛിന്നയാണ് അല്ലെ, മാറ്റമില്ലാത്തത്. അപ്പോ ധൃതി എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്, സ്മൃതി എന്ന് പറഞ്ഞാൽ ആലയം. അപ്പൊ വിഷ്ണുവിന്റെ ലയം. നാം എപ്പോഴും ഉള്ളിലിരിക്കുന്ന ആ ഒരു എന്താ പറയാ, ഞാനിനെ അറിഞ്ഞോളണം. പുറത്തൊന്നും കാണുന്നത് സത്യമല്ല. കാരണം ഈ കാണപ്പെടുന്നത് മാറിക്കൊണ്ടിരിക്കണു ഇല്ലേ. അപ്പോ ദേവിക്ക് ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ തൂളിക. നമ്മളിപ്പോ ഈ പറഞ്ഞ 91 നാമത്തിന്റെ മൊത്തത്തിലൊരു എന്താ പറയാ ഒരർത്ഥമാണ് ഇപ്പൊ നമ്മൾ നോക്കി പോകുന്നത്. ഇപ്പൊ മൂലാധാരം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ ഷഡാധാരങ്ങളിലെ ബ്രഹ്മാവ്, അതായത് ക്രിയേറ്റിവിറ്റി, എനർജി ഇല്ലേ. സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് വിഷ്ണു, ലക്ഷ്മി, ഐശ്വര്യം. മണിപൂരകം എന്ന് പറയുന്നത് രുദ്രൻ, കാരണം ആ രുദ്രൻ, രുദ്രാണി, ദോഷങ്ങളെല്ലാം ഇല്ലാതായി തീരുന്ന സ്ഥലം. അനാഹതം മഹേശ്വരൻ, ശരിക്കും പറഞ്ഞാൽ മനസ്സിന്റെ തലം. വിശുദ്ധി സദാശിവൻ. അപ്പോ ഇതിൽ നമ്മള് ശിവൻ ആകാശം എന്ന് പറയാറുണ്ട്, കുണ്ടലിനി ശക്തിയായിട്ട് ഭൂമി. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തില് സഹസ്രാരത്തില് ശിവനും മൂലാധാരത്തില് ശക്തിയും ഇല്ലേ. അപ്പോ ഒരു കോൺഷ്യസ് തലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് സഹസ്രാരത്തിലിരിക്കുന്ന ശിവൻ, നമ്മൾ മൂലാധാരത്തിലെ ശക്തി ഉറങ്ങിക്കിടക്കുന്നു. അവിടുന്ന് ദേവിയെ ഉണർത്തി അറിവിലൂടെ നമ്മൾ സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് ചേർക്കുന്നു. അപ്പോ ഈ പരാശക്തിയുടെ തലമുടികളുടെ പകുതിയിൽ കുങ്കുമം തൊടുന്നു. അതാണ് ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ തൂളിക. അപ്പൊ അങ്ങനെ ആ കുങ്കുമം
തൊട്ട് പരിവൃതയായിട്ടിരിക്കുന്നവൾ. അപ്പോ ആ ഒരു പ്രസവത്തിന് റെഡിയായവൾ, നെറ്റിയിലെ സീമന്തരേഖ ഒരു സ്ത്രീയുടെ ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്ന് പറയാറുണ്ട്. ഇപ്പൊ ശ്രുതിയും സ്മൃതിയും, ഇപ്പൊ മഞ്ഞളും നാരങ്ങയും ചേർന്ന് കുങ്കുമമായിരിക്കുന്ന ദേവിയുടെ സീമന്തരേഖയിൽ തിളങ്ങണു. അതുകൊണ്ട് എല്ലാവരും ബ്രഹ്മാദികള് ദേവിയുടെ പാദ നമസ്കാരം ചെയ്യുന്നു. ദേവി എന്താ പറയാ, അവരെ കുനിഞ്ഞു നോക്കുമ്പോൾ സീമന്തരേഖയിൽ നിന്ന് വീണ കുങ്കുമത്തിന്റെ ധൂളികളാണ് ചതുർവേദങ്ങൾ എന്ന് പറയാറുണ്ട്. 18 ലക്ഷം ശ്ലോകങ്ങള്, 4 ലക്ഷം മഹർഷികൾ ചേർന്ന് ഉണ്ടാക്കിയത് ഈ വേദങ്ങള്. ഒന്നോ രണ്ടോ പൊടിയിൽ നിന്ന് വീണ അറിവാണ് ഈ പറയുന്ന ഈ ലോകം മുഴുവൻ ഉള്ളത്, ഈ ലോകം മുഴുവൻ നടത്തുന്നത്, അല്ലെ? ഇപ്പൊ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. 2 മാർഗങ്ങൾ മോക്ഷത്തിനുണ്ട്, ജ്ഞാനവും കർമ്മവും. ഇപ്പൊ വേദങ്ങള് ജ്ഞാനരൂപമാണ്. ജ്ഞാനം എന്നത് അറിവും കർമ്മവുമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന കർമ്മകാണ്ഡം, കർമ്മമെല്ലാം തന്നെ കർമ്മകാണ്ഡത്തിൽ വരും. ഇപ്പൊ സദാശിവൻ പലക, അതിന് മധ്യത്തില് പരാശക്തിയായിരിക്കുന്ന ദേവി ജ്വലിച്ചു കൊണ്ടിരിക്കണു. 4 കാലുകള്, ബ്രഹ്മ വിഷ്ണു രുദ്രൻ ഈശ്വരൻ. 5 തത്വം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പഞ്ചബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന പരാശക്തിയെ അറിയുവാനും കാലക്രമേണ അടയുവാനും സാധ്യമാകൂ. മരണത്തിന് ശേഷം എന്തെന്ന് ആർക്കും അറിയില്ല, അല്ലെ? ഇപ്പൊ സ്വയം ശരീരത്തിലിരുന്നു കൊണ്ട് അത് അറിയണം. ഇപ്പൊ രമണ മഹർഷിക്ക് ഇത് അറിഞ്ഞ വ്യക്തിയാണ് ഈ അനുഭവം ഒന്ന് മനസ്സിലാക്കി കൊടുത്തു. കാരണം ഈ ജീവാത്മ മഹത്തത്വത്തിൽ എങ്ങനെയാണ് ചെന്ന് ചേരുന്നതെന്ന്. ഇപ്പൊ ഈ 3 തത്വങ്ങളും അടങ്ങിയത് തിരോധാനം. ഇപ്പൊ സദാശിവം എന്നാൽ എല്ലാ കാലത്തുമുള്ള മഹത്തത്വം എന്നർത്ഥം. മനുഷ്യരെല്ലാം കാലത്തിനും, അതായത് കാലത്തിന് സ്ഥലത്തിന്, അതായത് ടൈം ആൻഡ് സ്പേസിന് അധീനമാണ്. ഇപ്പൊ നാദം, ബിന്ദു, കല, ഈ പല അവസ്ഥകൾ കൊണ്ട് സദാശിവ തത്വം എന്ന് പറയുന്നത് ടൈം ആൻഡ് സ്പേസിന് അപ്പുറത്തുള്ളതാണ്. ഇപ്പൊ സുഖം എന്നത് ഒരു ചെറിയ അനുഭവമാണ്, ഇല്ലേ? ഇപ്പൊ കുണ്ടലിനി ശക്തി ആജ്ഞാചക്രത്തിൽ എത്തുമ്പോൾ സൂക്ഷ്മ ശക്തികൾ പലതും സ്ഥൂലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയണു. പരമേശ്വരന്റെ ആനന്ദ താണ്ഡവം, വീണാഗാനം തുടങ്ങിയ എല്ലാം കേൾക്കാൻ സാധിക്കും. എവിടെ എന്തൊക്കെയോ നടക്കുന്നതിന്റെ അനുരണനമാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പൊ ഭൂലോകത്തിൽ നിന്നും പലതും മുകളിലേക്ക് പോകും. പക്ഷെ അവിടെ ഒരു നീല കുട പോലെ ഒരു ഇതുണ്ട്, അല്ലേ? അതിനെയാണ് നമ്മൾ ആത്മീയ ധ്വനികൾക്ക് മാത്രമേ ആ ഫിൽറ്റർ കടന്നു പോകാൻ സാധ്യമാവുള്ളൂ. ഓങ്കാരം, വേദം, നല്ല മന്ത്രങ്ങളെല്ലാം തന്നെ അത് കടന്ന് ഒരു അരിപ്പ കടന്നു പോകും പോലെ അത് കടന്നു പോകാറുണ്ട്. ബാക്കി എല്ലാ നാദധ്വനികളും ഇത് കടന്നു പോവില്ല. ഓങ്കാരവും വേദശബ്ദവും മാത്രമാണ് ഈ കുടയെ കടന്ന് ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്നതെന്ന് പറയണു. അപ്പൊ ഈശ്വരന്റെ ഐഡന്റിറ്റിയാണ് ഓംകാരം, ഇല്ലേ? പ്രണവം പ്രകർഷേണ നവമായിരിക്കുന്നത്. അപ്പൊ നല്ല ധ്വനികള് ആ സോഴ്സിൽ നിന്ന് ആ ഒരു എന്താ പറയാ ഈ ഭൂമിയിൽ നിന്ന് ഉയർന്ന് മുകളിലോട്ട് പോയി സദ്ഫലങ്ങള് ആയിട്ട് തിരിച്ചു വരും. ഇപ്പൊ ജപം, തപം, ധ്യാനം ഒന്നുമില്ലെങ്കിലും സത്സംഗത്തിന്റെ നടുവിൽ ഇരുന്നാൽ മാത്രം മതി, എല്ലാം കിട്ടും. അപ്പൊ മഹർഷിമാര് കണ്ടുപിടിച്ച രഹസ്യം ഇതാണ്. ആ ഒരു ഗ്രൂപ്പ് ജപത്തിന് ഗ്രൂപ്പായിട്ട്, അല്ലെ, സംഘമായിട്ടിരുന്ന് ജപിക്കുന്നതിന് സത്സംഗത്തിനുള്ള ആ ഒരു പോസിറ്റീവ് ഫലം അതാണ്. അപ്പൊ ഈ ശരീരത്തില് ഈ എന്താ പറയാ ഈശ്വരന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ജീവാത്മാവായിട്ട്. അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ കടമയാണ്. അതിനെയാണ് ദൈവ ഋണം എന്ന് പറയുന്നത്. ഒരിക്കലും ഇല്ലാതാക്കരുത് അതിനെ. ഏത് ജന്മം എവിടെ എടുത്താലും അതിന് ആ ഒരു സദ്ഫലം കിട്ടും. നമ്മുടെ ജീവൻ ബ്രഹ്മമാണ്. അപ്പൊ ജീവനായിട്ട് ഇരിക്കുന്നത് ബ്രഹ്മ തത്വം തന്നെയാണ്. ഉപാധി മാത്രമാണ് ഈ ശരീരം. അപ്പൊ പഞ്ചബ്രഹ്മാദികൾ വഴി ആ ഒരു പരബ്രഹ്മ സ്വരൂപത്തെ നമ്മൾ അറിഞ്ഞോണം. ആ ജീവോ ബ്രഹ്മൈവ നാപര. കാരണം ജീവവും ബ്രഹ്മവും രണ്ടല്ല. ഈ ദേവി ജ്ഞാനം മാത്രമാണ് നമ്മുടെ ജീവാത്മാവിന്റെ ഭക്ഷണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ ബ്രഹ്മാണ്ടത്തിലെ പിണ്ടാണ്ടം മാത്രമാണ്. ആ ഒരു സുപ്രീം എനർജി ആയിരിക്കുന്ന പരാശക്തിക്ക് ഈ ഭുവനങ്ങളെല്ലാം ഒരു വിളയാട്ട്, അല്ലെ, ഒരു കളിയായിട്ട് ലീലയായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. ഇപ്പൊ മൂലപ്രകൃതി എന്ന് പറഞ്ഞ ബേസ് മെറ്റീരിയൽ ആണ്. അപ്പൊ ശ്രുതി സ്മൃതി, അപ്പൊ നടുക്ക് സിന്ദൂരം, അപ്പൊ ചുവപ്പ് കരുണയുടെ നിറാണ്. ശരീരത്തിലെ എന്തും പെട്ടെന്ന് അശുദ്ധമാകും. കാരണം കയ്യില് ഒരുപാട് ഡെഡ് സെൽസ് ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ രാജസിക താമസിക ഗുണങ്ങൾ ഉണ്ടാകും. അപ്പോ നമ്മൾ അതുകൊണ്ടാണ് സാധാരണ വിരലുകൾ കൊണ്ട് നമ്മൾ തിരിയിടാത്തത്. കാരണം അത് ശുദ്ധമായിരിക്കുന്ന കഴുകിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു തിരി വിളക്കിലിട്ട് കത്തിക്കുന്നത്. അപ്പൊ സകല ആഗമ സന്തോഷ ശുക്തി സമ്പുട മൗത്തിക. നമുക്ക് ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ വേദം, ആഗമം,
ശിവൻ ദേവിക്ക് കൊടുക്കുന്ന ആ ഒരു സയന്റിഫിക് മെത്തേഡ് ടു നോ ശിവമാണ്. ശരിക്കും എങ്ങനെയാണ് ശിവനെ അറിയേണ്ടതെന്ന് ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആഗമ വിധിയാണ് ക്ഷേത്ര നിർമ്മാണം, ക്ഷേത്രത്തിലെ എന്താ പറയുക പൂജകള് എല്ലാത്തിനും ആധാരം. കാരണം ആ ഒരു വേദശാസ്ത്രങ്ങളെ എല്ലാം തന്നെ ഒരു മുത്തുച്ചിപ്പിയാക്കി ആത്മാ എന്ന മുത്തുപോലെ ഒരു മുത്തുപോലെ അടച്ചു വച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പരാശക്തി വേദത്തിന്റെ സാരമാണ്. 4 പുരുഷാർത്ഥങ്ങള്, പുരുഷൻ പ്ലസ് അർത്ഥം, ചതുർവിധ പുരുഷാർത്ഥം അല്ലെ? ധർമ്മം, അർത്ഥം, കാമമോക്ഷം. ധർമ്മം എന്ന് പറഞ്ഞാല് ധാർമ്മികമായിട്ട് മാത്രം അർത്ഥത്തെയും കാമത്തെയും നമ്മൾ അടയണം. അപ്പോ ആ ഒരു ശിവം എന്ന് പറഞ്ഞാൽ എന്താ? വൈരാഗി, വിരക്തൻ, സന്യാസി, മംഗളം. ആ മംഗളത്തെ നമ്മൾ അടയണത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരികയാണ്. അപ്പൊ അധർമ്മ മാർഗത്തിൽ സ്വത്ത് ചേർക്കരുത്, ഒന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല. പുരുഷൻ എന്ന ചൈതന്യം ശരീരമാകുന്ന ഉപാധിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പുരുഷനെ അടയാനാണ് 4 പുരുഷാർത്ഥങ്ങള്. അപ്പൊ പുരുഷാർത്ഥത്തെ അടഞ്ഞവൻ പൂർണ്ണനാണ്. അപ്പൊ ആ ഒരു ജീവനെ ഈ ശരീരത്തിലിരുന്ന് എല്ലാം സാധിക്കാൻ സാധിക്കും. അത് ദൈവനില അല്ലേ? ഇപ്പൊ ഭോഗിനി ഭുവനേശ്വരി, 14 ലോകങ്ങൾക്കും നായികയായിരിക്കുന്ന ദേവി, എല്ലാ ഭോഗങ്ങളും അനുഭവിക്കാൻ അനുഗ്രഹിക്കുന്നവൾ, അംബിക അല്ലെ? അമ്മയുടെ ഗുണങ്ങളുള്ളവൾ. അപ്പൊ ദേഹത്തിന്റെ ആ ഒരു ദേഹത്തിൽ വരുന്ന മദർലി ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ? കരുണയാണ് അല്ലെ? അൻപേ ശിവം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു കമ്പാഷൻ. അപ്പൊ ഈ അർത്ഥങ്ങൾ അറിഞ്ഞ് നമ്മള് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഹോർമോൺസ് ഉണ്ടാകും, നെഗറ്റീവ് ഇല്ലാതായിട്ട് തീരും. നമ്മുടെ DNA നെഗറ്റിവിറ്റി, അതായത് നമ്മുടെ വാസനകളെല്ലാം തന്നെ ഇല്ലാതായിട്ട് തീരും. ഇതിലൂടെ തന്നെ നമുക്ക് ദേവി പരാശക്തിയെ അടയാൻ സാധിക്കും. ഇപ്പോ ആ മന്ത്രശബ്ദങ്ങൾ നമ്മുടെ ശരീരത്തില് ഈ ഹോർമോൺ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും മന്ത്രമാണ്. ഇപ്പൊ ലളിതാ സഹസ്രം എന്ന് പറഞ്ഞാൽ മന്ത്ര സംഹിതയാണ്. പശന്യാദി വാഗ്ദേവതകൾ ഇത് പരീക്ഷിച്ചറിഞ്ഞവരാണ്. അർത്ഥം അറിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ ഉള്ളിൽ അത് തങ്ങി നിൽക്കും, നമ്മളെ വിട്ടുപോകുന്നില്ല. അനാദിനിധന, ആദിയും അന്തവും ഇല്ലാത്തവൾ, പിറവി മരണമില്ലാത്തവൾ. ശരീരത്തിന് ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ 80 ടൈപ്പ് ഓഫ് മരണം ഉണ്ടെന്ന് പറയാറുണ്ട്. 80 വിധ മരണം ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. ഇതൊരു ഉപാധിയായ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. എന്നാൽ എന്താ? ഇതിന് ചൈതന്യം കൊടുക്കുന്ന, ഉണ്മ കൊടുക്കുന്ന ചൈതന്യം നിര്യ അജ. കാരണം അതിന് ഒരിക്കലും ജനന മരണങ്ങളില്ല. എന്താ? ശരീരത്തിന് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഹരി ബ്രഹ്മേന്ദ്ര സേവിത, ശിവൻ തന്നെയാണ് പരാശക്തി, പരാശക്തി തന്നെയാണ് ശിവൻ. ആത്മാ, ജീവൻ, പ്രാണൻ ഇവയെല്ലാം നമ്മൾ സേവിക്കണം. നമ്മുടെ ജന്മം, ബ്രഹ്മസ്ഥിതി, വിഷ്ണു എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും ശക്തിയായ ജീവനെ സേവിക്കുന്നു. എന്നാൽ ശക്തി ഇതിനെ സേവിക്കുന്നില്ല. ഇത് പോയി കഴിഞ്ഞാൽ ശരീരം കത്തിച്ചു കളയണു. അപ്പൊ ഇന്ദ്രിയങ്ങളും ആത്മചൈതന്യത്തെ ഭജിക്കുന്നു എന്നർത്ഥം. നാരായണി എന്ന് പറഞ്ഞാൽ നാരായണൻ, നാരായണി നാരായണൻ അല്ലെ? ഋണം എന്ന് പറഞ്ഞാൽ എന്താ? നാരായണൻ പിറന്നവർക്ക് 5 കടങ്ങളുണ്ട് അല്ലെ? ഋഷികടം, ദേവകടം നമ്മൾ പറയാറുണ്ട്. 5 കടങ്ങള്. ഈ കടങ്ങൾ ഇല്ലാതാക്കണം. അപ്പൊ കടമില്ലാത്തത് അതെന്താ? മോക്ഷം. അപ്പൊ നാരായണ നാമം എന്ന് പറഞ്ഞാല് മുക്തിക്കുള്ള നാമം. അതുകൊണ്ടാണ് അമ്മേ നാരായണ. നാരായണനും നാരായണിയും രണ്ടല്ല അല്ലെ? അപ്പം നാമരൂപ ദേവിക്ക് പലതരത്തിലുള്ള നാമരൂപങ്ങളായിട്ടിരിക്കുന്നവൾ. ഹൃല്ലേഖ എന്ന് പറഞ്ഞാലോ മുകളിൽ അർദ്ധചന്ദ്രൻ, താഴെയായിട്ട് ഒരു ഗോളം. അപ്പൊ നാദരൂപം, നാദം, ബിന്ദു, കല. നാദം എന്നാൽ സ്ത്രീ എന്ന് പറയാറുണ്ട്. വേദത്തില് ഒച്ച എന്ന് പറയാറുണ്ട്, ശബ്ദം അല്ലെ? ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഉപകരണം. ഇപ്പൊ ആ ഒരു ബ്രഹ്മാണ്ടം ചുറ്റുമ്പോ നാദം, നാദം എന്നാൽ സ്ത്രീ, സ്ത്രീ എന്നാൽ പരാശക്തി. അപ്പൊ സർവം ശക്തിമയം ജഗത്. ഇപ്പൊ ശിവശക്തികളുടെ മുഖം എന്ന് പറഞ്ഞാൽ ഹൃല്ലേഖ രൂപമാണ്. ഹൃല്ലേഖ രൂപത്തില് സൂക്ഷ്മമായിട്ടും അർദ്ധചന്ദ്രാദി രൂപത്തിൽ 8 അക്ഷരമുണ്ടെന്ന് പറയാറുണ്ട്. ഇതിൽ 3ാമത്തെ അക്ഷരമായിട്ടിരിക്കുന്നത് നാദം. അപ്പൊ ദേവി എന്ന് പറഞ്ഞാല് ആ നാദരൂപിണി. ശരിക്കും പറഞ്ഞ ശാസ്ത്രം അനുസരിച്ച് 8 കോടി 7 crores മഹാമന്ത്രങ്ങളുണ്ട്. അപ്പൊ ഹ്രീം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ബീജമന്ത്രമാണ്. അപ്പൊ ഇതിനകത്ത് 7 കോടി മന്ത്രങ്ങൾ ഉണ്ടെന്ന് പറയാറുണ്ട്. ശരിക്കും അതില് ആ ഒരു ഹ്രീം എന്ന് പറയുന്ന ബീജത്തിൽ തന്നെ 7 കോടി മന്ത്രങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ദേവി എന്ന് പറഞ്ഞാല് ദേവി ഹ്രീംകാര സ്വരൂപിണി തന്നെയാണ്. അപ്പൊ നമ്മൾ ഹ്രീം എന്ന് പറഞ്ഞ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ 70 മില്യൺ മന്ത്രം, 7 കോടി മന്ത്രം നമ്മൾ ജപിച്ചതിന് തുല്യമാണ്. അപ്പോ ആ ഒരു ദേവി നാമരൂപ വിവർജിത, നാമരൂപങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തവൾ,
ലിമിറ്റ്ലെസ് എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ പ്രചണ്ഡാത്മിക, അപ്പൊ ആ ബ്രഹ്മാണ്ട സ്വരൂപം, ഹ്രീങ്കാരം എന്ന പ്രണവമന്ത്ര സ്വരൂപിണി, അകാര ഉകാരം അകാരം എന്ന് പറയുന്ന ഓം, അതായത് ഹ ര ഈ ഈം, ഹ്രീംകാരി ഹ്രീമതി അല്ലേ? അപ്പോ ലജ്ജാവതി, പതിവ്രത, ഇതെല്ലാം ഉപാധികളില്ലാത്ത, അതായത് ഹേയോപാധേയ വർജിത ശക്തി പ്രണവത്തിനെയാണ് നമ്മൾ ഹ്രീം എന്ന് പറയുന്നത്. അല്ലാത്ത പ്രണവത്തിന്, ശരിക്കുള്ള ആ ഒരു ആദ്യ പ്രണവത്തിനെ നമ്മൾ ഓംകാരം എന്ന് പറയുന്നു. ഓമും ഹ്രീമും കൂടെ ചേരുമ്പോൾ പ്രപഞ്ചമായിട്ട് തീരണു. ഓമിൽ നിന്ന് ഹ്രീം വരുന്നു, ഹ്രീമിൽ നിന്ന് സപ്തകോടി മന്ത്രങ്ങൾ ഉണ്ടാവണം. ഉപാധികളില്ലാത്തവളാണ് ദേവി. അപ്പൊ മനു, കുബേരൻ തുടങ്ങിയ രാജാക്കന്മാരെ അർച്ചിച്ചവൾ. ദേവി ശ്രീപുരത്തില്, ശ്രീനഗരത്തില് 25 പ്രാകാരം, പ്രാകാരം എന്ന് പറഞ്ഞാൽ 16, 17 ബ്രഹ്മ വിഷ്ണു, 15, 14, 15 അഷ്ടദിക്പാലകര്, അവിടെ വായുമണ്ഡലം, ആ ഒരു എന്താ പറയാ, അവിടെയൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. മനുഷ്യർക്ക് ഓക്സിജൻ മാത്രമേ ശ്വസിക്കാൻ പറ്റൂ ഇല്ലേ? കുബേരൻ അവിടെ ഇരിക്കുകയാണ്. രക്ഷാകരി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആ ഒരു മാനം, ശരീരം, ദുഃഖം എല്ലാം രക്ഷിക്കുന്നവൾ. ഇപ്പൊ രുദ്രന്റെ അക്ഷിയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ വിഭൂതി, കുങ്കുമം, അഷ്ടദ്രവ്യങ്ങള്, ഭൂമിയെ തൊട്ടുകൊണ്ട് ഭ്രൂമധ്യത്തില് പൊട്ടാക്കി വെക്കണം എന്ന് പറയാറുണ്ട്. അപ്പോ ആ ഒരു എന്താ പറയാ, ചന്ദനം ഗന്ധമായിട്ട് ഭൂമി തത്വാത്മികയായിട്ട് നെറ്റിയിൽ വെക്കുന്നു. അപ്പൊ നമ്മുടെ ജന്മഭൂമി, നമ്മുടെ സ്വന്തം അമ്മ ഇല്ലേ? അപ്പോ നമ്മുടെ എന്താ പറയാ, നഗ്ന പാദം കൊണ്ട് വേണം ഭൂമിയിൽ നടക്കാനെന്ന് പറയാറുണ്ട്. നമ്മുടെ അമ്മയെ തൊട്ടാ നമ്മൾ നടക്കുന്നത്. ഇപ്പൊ പ്രഥമം ഭൂമി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പൊട്ട് നമ്മൾ തൊട്ട് നെറ്റിയിൽ വെക്കണം ഇല്ലേ? ഇപ്പൊ മഹാകാലൻ ഇടുന്ന വിഭൂതി, ചുടല ഭസ്മം, തിലകം, എന്നാൽ രക്ഷ. അപ്പൊ ഇത് ഇടുമ്പോ ദേവി നാമം പറഞ്ഞിട്ട് വേണം ഭ്രൂമധ്യത്തില് തുടങ്ങി 8 അംഗങ്ങളിൽ ഇടാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ എനർജി സെന്റേഴ്സ് ആണ്. കലാവതിയാണ് ദേവി. 64 കലകളുണ്ട്. 64 ദിവസം കൊണ്ട് സന്ദീപിനി മഹർഷിയിൽ നിന്ന് ഭഗവാൻ പഠിച്ചു എന്ന് പറയുന്നു. ഓരോ കലയ്ക്കും ഓരോ ഹോർമോണാണ്. കലാവത്തി നമ. ഇപ്പൊ ശ്രദ്ധ, ഭക്തി, ഇതാണ് നമുക്ക് ഒരു ഉപാസനാ മാർഗത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഇപ്പൊ പഞ്ച ഐക്യ സന്ധാനം, അതാണ് അത് നമുക്ക് വേണ്ടത്. ഇപ്പൊ കാന്ത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ശക്തി. ദേവി വിന്ധ്യാചല നിവാസിനി. ശുംഭനിശുംഭന്മാരുടെ കഥയില് ദേവി വിന്ധ്യാചലത്തിൽ വസിച്ചു എന്നാ പറയുന്നത്. അപ്പോ രാമലക്ഷ്മണന്മാര് എന്താ പറയാ, ആ ഒരു അവർക്കും ബല അതിബല എന്ന് പറയുന്ന മന്ത്രം കൊടുത്തപ്പോ ദേവി സ്വരൂപത്തിലാണ് അവരതിനെ ഉപാസിച്ചത്. അപ്പോ രാമ രമണ ലംബട, ദേവി തന്നെയാണ് അമ്മ, മകള്, കാമുകൻ, പുത്രി, എല്ലാം ഒരേ ശക്തി തന്നെയാണ്. വിധാത്രി, വേദജനനി. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം അല്ലെ? ഒരു മനുഷ്യന് ജ്ഞാനം ഉണ്ടാകുന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. പഞ്ചബ്രഹ്മങ്ങൾ എന്ന് പറഞ്ഞാല് ഈശ്വരന്റെ പഞ്ചകൃത്യങ്ങൾ തന്നെയാണ്. മനുഷ്യനും പഞ്ചകൃത്യങ്ങളുണ്ട്. അപ്പൊ ചലിക്കുന്നതെല്ലാം കാലത്തിന് വിധേയമായതാണ്, പ്രകൃതിയാണ്. കാലത്തിന് അപ്പുറത്തുള്ളത്, ചലിക്കാത്തതായിരിക്കുന്ന ശിവമാണ്. ശിവനും ശക്തിയും ചേരുമ്പോ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നു. ശരിക്കും പറഞ്ഞാല് ആ ഒരു പ്രസൻസ്, അവരുടെ രണ്ടുപേരുടെയും പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്, പ്രസന്റ് ആയിരിക്കുന്നത് ഇല്ലേ? നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രസന്റിനെ മനസ്സിലാകുന്നത്, ഈ പ്രപഞ്ചത്തെ അറിയാൻ സാധിക്കുന്നത്, ഈ ശരീരമാകുന്ന ഉപാധി പ്രവർത്തിക്കുന്നത് ഇല്ലേ? അപ്പോ നമുക്ക് എന്താ പറയാ, ഇപ്പോ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താ പറയാ, വരാൻ പോകുന്ന പ്രസന്റ് ആണ്. പ്രസന്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ തന്നെ അത് പാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ ഉള്ളത് എന്താ? ആ പ്രസൻസ് മാത്രമാണ് അല്ലേ? ആ ശക്തി നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഒരു, നമുക്ക് ഈ ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടാനും നമുക്ക് ചേതനയായിട്ട്, ചൈതന്യ സ്വരൂപിണിയായിട്ട് ദേവി ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോ നമ്മൾ പ്രസന്റ് ആണ്, നമ്മൾ ഉണ്ട്, അഹം അസ്മി എന്ന് പറയുന്ന ബോധമുള്ളത്. ഇപ്പൊ കാലത്തിന് മുൻപേ ഉള്ളത് മാറാത്ത വസ്തു, കാലം കഴിഞ്ഞ് ശരീരം പോയി കഴിഞ്ഞാലും നിലനിൽക്കുന്ന വസ്തു. ഇപ്പൊ കാലത്തിനുള്ളിലുള്ള പെർമനന്റ്, കാലത്തിനുള്ളിലുള്ള വസ്തുക്കൾ ഒന്നും പെർമനന്റ് അല്ല. അപ്പൊ ഈ അറിവ്, കാലത്തിൽ നിൽക്കുന്നത് നാമരൂപങ്ങൾ ഒന്നും പെർമനന്റ് അല്ല. കാലത്തെ അതിക്രമിച്ച്, കാലമില്ലാത്തപ്പോഴും കാലത്തിന് മുൻപും കാലത്തിലും കാലത്തിന് ശേഷവും നിൽക്കുന്ന ഏകമായിരിക്കുന്ന പരാശക്തിയെ മനസ്സിലാക്കുന്ന അധ്യായമാണ് പഞ്ചബ്രഹ്മസ്വരൂപം. അപ്പൊ ഈ 5 കൃത്യങ്ങളെ മനസ്സിലാക്കണം നമ്മൾ. ഈ ദേവിയുടെ 5 സ്വരൂപങ്ങളെ മനസ്സിലാക്കണം. പഞ്ചപ്രേതങ്ങൾ എങ്ങനെയാണ്
ആ ഒരു പഞ്ചകൃത്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മൾ എല്ലാവരും പഞ്ചകൃത്യങ്ങൾക്ക് വിധേയമാണ്. പഞ്ചബ്രഹ്മങ്ങൾ നമ്മുടെ ശരീരമാണ്. നമ്മുടെ ഷടാധാരങ്ങളിൽ ഭൂമി ജല അഗ്നി ആകാശ വായുവായിട്ട് ബ്രഹ്മാവിഷ്ണു രുദ്ര മഹേശ്വര സദാശിവന്മാരായിട്ട് ഇരിക്കുന്നതാണ്. ആ മഞ്ചത്തില് സദാശിവനാകുന്ന പലകയിലാണ് പരാശക്തിയായിരിക്കുന്ന ഭഗവതി ഇരിക്കുന്നതെന്ന് ഈ ഒരു അധ്യായം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ അറിവിലൂടെ മാത്രമേ നമുക്ക് ലളിതാ സഹസ്രനാമത്തില് ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്ന് പറയുന്ന അവസാന തത്വത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാകൂ. ഈ ഒരു പഞ്ചബ്രഹ്മ സ്വരൂപത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഓരോ നാമങ്ങൾ എടുത്ത് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പോവും. നമുക്കിപ്പോ ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.